ഹായ് ഓൾ, വെൽക്കം ടു ന്യൂ സെഷൻ ഓഫ് ബ്രൈറ്റ് അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രൈറ്റിന്റെ സെറ്റും അതുപോലെ കേട്ടറ്റുകാർക്കും രണ്ടുപേർക്കും ഇംഗ്ലീഷ് രണ്ടിടത്തും വരുമല്ലോ. കേട്ടറ്റിലാവുമ്പോഴത്തേക്ക് നമുക്കൊരു പാർട്ടായിട്ട് തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, പക്ഷെ സെറ്റിലോട്ട് വരുമ്പോൾ അങ്ങനെ പ്രത്യേക ഒരു പാർട്ടായിട്ടില്ല. ജനറൽ പേപ്പറിന്റെ അകത്ത് അവിടെ ഇവിടങ്ങളിലായിട്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. ഇംഗ്ലീഷ് ഉറപ്പായിട്ടും ചോദിക്കാതിരിക്കില്ല, പക്ഷെ ഒരു പ്രത്യേക കാറ്റഗറി ഇല്ല എന്ന് മാത്രമേ അവിടെ ഉള്ളൂ, സെറ്റിലുള്ളൂ. അപ്പൊ അത് എവിടുന്ന് വേണേ ചോദിക്കാം. കേട്ടിട്ടില്ലെന്ന് പറയുമ്പോൾ പിന്നെയും നമുക്കൊരു കുറച്ച് ഏരിയ എന്ന് പറയും. സെറ്റിൽ പറയുമ്പോൾ അങ്ങനില്ല, എവിടുന്ന് വേണേ അവർക്ക് ചോദിക്കാം. കുറച്ചുകൂടെ വൈഡാണ് ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. പല ഏരിയാസ് 120 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ ഈ പറഞ്ഞ പോലെ സൈക്കോളജിയും കറണ്ട് അഫയേഴ്സും ജനറൽ നോളജും ഇംഗ്ലീഷും എല്ലാം വരുന്ന ഒരു ഏരിയ ആണ് സെറ്റിന്റെ ജനറൽ പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം റാങ്ക് മേക്കിങ്ങിൽ നമുക്കിത് ക്വാളിഫൈ ചെയ്യാനുള്ള ആ ഒരു 1 മാർക്കിന് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് നമ്മളെ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് അത് ഓരോ മാർക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇതിലൂടെ കടന്നു പോവാം. വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും ബ്രൈറ്റ് അക്കാഡമിയുടെ പേരിലും സ്വാഗതം പറഞ്ഞുകൊള്ളു. നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോവാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും കേൾക്കാമല്ലോ അല്ലേ? ഓഡിബിളും വിസിബിളും ആണല്ലോ, സ്ക്രീൻ വിസിബിൾ ആണല്ലോ, അതുപോലെ തന്നെ ഞാൻ പറയാൻ നിങ്ങൾക്ക് ഓഡിബിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ചാറ്റ് ബോക്സിലോ അല്ലാതെയോ ഒന്ന് റെസ്പോണ്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആർ യു ഫെമിലിയർ വിത്ത് ദ റൂൾസ് ഓഫ് ദി ഗെയിം? അപ്പൊ ഇവിടെ അണ്ടർലൈൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഏത് വാക്കാണ്? ഫെമിലിയർ ആണ്. അവിടെ ഇതൊരു നമ്മൾ സെന്റൻസ് ആണ്, ഒരു എന്താണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അത് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പൊ ക്വസ്റ്റ്യനെ ഇല്ല, നമ്മൾ ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്നാണ് പറയുന്നത്. ആർ യു ഫെമിലിയർ വിത്ത് ദ റൂൾസ് ഓഫ് ദി ഗെയിം? ദ അണ്ടർലൈൻഡ് വേർഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ഡാഷ്. അപ്പം ഇതെന്താണ്? ഇത് കുറച്ച് പറഞ്ഞിട്ടുള്ള ലാറ്റിൻ വാക്കുകളാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകളാണ്. അങ്ങനെയും ചോദിക്കാറുണ്ട്. റെയർ കേസ് അങ്ങനെ ഇത് സെറ്റിലോട്ട് വരുമ്പോഴേ, കേട്ടിട്ടില്ല ഇത്രയും അങ്ങനെ ചോദിച്ചു കണ്ടില്ല. സെറ്റിൽ വേണം ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണിത്. വേറെ ലാംഗ്വേജ്, ഇപ്പൊ ഫ്രഞ്ചും ലാറ്റിനും ജർമ്മനും ഒക്കെ എന്ന് പറയുന്നത് അവിടെ നിന്ന് ഒക്കെ ആണല്ലോ ഇംഗ്ലീഷിലോട്ട് നമ്മൾ എത്തിയത്. അപ്പം അതും അത്യാവശ്യം വരാറുണ്ട്, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ ഫെമിലിയറിന് സെയിം മീനിങ് വരുന്ന ഒരു വാക്കാണ് എന്ത്? ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ബാക്കിയുള്ള വാക്കുകളുടെ മീനിങ് കൂടെ നോക്കാം. ഇതുപോലെ കുറെ ഉണ്ട്. നമുക്കിപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ട് എന്നുള്ള ഫെമിലൈസേഷൻ തന്നു പോകാം എന്ന് വെച്ചിട്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഓഫ് ഫെയ്ത്ത് എന്ന് പറയുമ്പോൾ ഹാവിങ് എ ഗുഡ് നോളജ് ഓഫ് സംതിങ്. അപ്പൊ എന്താണ് ഇവിടെ കുറച്ച് റൂൾസ്, ഗെയിംസിന്റെ റൂൾസിനെ കുറിച്ച് നിനക്ക് അറിയാമോ, എന്തെങ്കിലും അറിവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞ, എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ഒരു അറിവുണ്ടോ, ഒരു ഐഡിയ ഉണ്ടോ? അപ്പൊ അതിനു വേണ്ടി ഫെമിലിയറിന് സെയിം മീനിങ് വരുന്ന നമ്മുടെ ഓപ്ഷനുള്ള വാക്ക് ഏതാണ്? ഓഫ് ഫെയ്ത്ത് ആണ് സെയിം മീനിങ് ഉള്ള വേർഡ്. പിന്നെ അല്ല കാട്ടെ എന്താ? അക്കോർഡിംഗ് ടു മെന്യു. വില്ലി നില്ലി, വിത്തൗട്ട് ഡയറക്ഷൻ ഓർ പ്ലാനിങ്, വെദർ വില്ലിങ് ഓർ അൺവില്ലിങ്. വെച്ചാൽ നമുക്കൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ്. വില്ലി നില്ലി എന്ന് വെച്ചാൽ എനിക്ക് അത്ര ഉറപ്പില്ല, നമ്മള് ആ വാക്കിൽ തന്നെ ഒരു നമ്മളിങ്ങനെ ആടി നിൽക്കുക, അത് വേണോ ഇത് വേണോ എന്ന് അറിയില്ല. അപ്പൊ അതിന് വില്ലി നില്ലി നമുക്കൊരു പ്ലാനിങ് ഇല്ല, ചൂസ് ചെയ്യാൻ അറിയില്ല, നമുക്ക് കൺഫ്യൂഷൻ ഉള്ള ഇതിനെയാണ് വില്ലി നില്ലി എന്ന് പറയുന്നത്. എല്ലാ കാർട്ടെ അക്കോർഡിംഗ് ടു ദ മെന്യു, തന്നിരിക്കുന്ന മെന്യു അനുസരിച്ച്, തന്നിരിക്കുന്ന ചാർട്ട് അനുസരിച്ച് എന്നുള്ളൊരു മീനിങ്. എൻ ബ്ലോക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഇൻ എ ഗ്രൂപ്പ് ഇല്ലെങ്കിൽ ടുഗെദർ. ഇൻ എ ഗ്രൂപ്പ് അഥവാ ടുഗെദർ, അതാണ് എൻ ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. നമുക്കിപ്പം ഒരു ചുരുങ്ങിയ സമയത്തിൽ 4 ഡിസ്കസ് ചെയ്ത് പോവാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫെമിലിയറിന്റെ മീനിങ് ഓഫ് ഫെയ്ത്ത്, പിന്നെ അക്കോർഡിംഗ് ടു ദ മെന്യു, എല്ലാ കാട്ടെ, വില്ലി നില്ലി, വിത്തൗട്ട് എനി ഡയറക്ഷൻ ഓർ പ്ലാനിങ്, എൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ടുഗെദർ ഓർ ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഹിസ് എഫേർട്സ് ഹി കുഡൻ ഫിനിഷ് ദ ടാസ്ക്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ വരും? തന്നിട്ടുണ്ട് എന്താണ്? ഓൾദോ ഹാവിങ് ഹാർഡ്ലി
ഇൻസ്പൈറ്റ് ഓഫ്, ഇത്ര അധ്വാനിച്ചിട്ടും എന്താണ്, ഇത്ര കണ്ട് അവൻ ചെയ്തിട്ടും, അവൻ ചെയ്തു, അവൻ ചെയ്യാതിരുന്നില്ല. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് വർക്ക്, അവൻ അത്ര അത് ചെയ്തിട്ടും എന്താണ്, അവൻ ആ വർക്ക് അല്ലെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇൻസ്പൈറ്റ് അഥവാ ഡെസ്പൈറ്റ്, അപ്പൊ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന ഓൾദോ, അത്രയും ഓൾദോ പക്ഷെ കറക്റ്റ് ആയിട്ട് വരില്ല, ഇൻസ്പൈറ്റേ വരത്തുള്ളൂ. ഓക്കെ, ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് എഫേർട്സ് ഹി കുഡൻ ഫിനിഷ് ദ ടാസ്ക്, അത്രയൊക്കെ ചെയ്തിട്ടും എന്താണ് അവനത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫുൾ ഫാത്തംസ് ഫൈറ്റ് തൈ ഫാദർ ലൈസ്. ഓക്കെ, ഇതൊരു പോയത്തിലെ ഒരു ലൈനാണ്. അപ്പൊ ഇതിലെന്താണ്, എന്ത് ഫിഗർ ഓഫ് സ്പീച്ചിൽ നിന്നൊക്കെ എന്താണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് രണ്ടിടത്തും ചോദിക്കും, കേട്ടറ്റിലും ചോദിക്കാം, സെറ്റിലും ചോദിക്കാവുന്നതാണ്. ഫുൾ ഫാത്തംസ് ഫൈവ് തൈ ഫാദർ ലൈസ്. അപ്പൊ ഇത് വായിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുമ്പോൾ എല്ലായിടത്തും എന്താണ് ഫൂ സൗണ്ട് വരുന്നുണ്ട്. ഫൂ സൗണ്ട് ഇല്ലെ, ഫൂ സൗണ്ട് എന്ന് പറയുന്നത് ഒരു കൺസണന്റ് സൗണ്ട് ആണ്. ആ, ഇ, ഉ, എ എന്നൊക്കെ പറയുന്ന സൗണ്ടുകൾ അല്ലാതെ വരുന്ന ഫു, ബ്, ടു, ക് എന്നൊക്കെ പറയുന്ന സൗണ്ടുകൾ കൺസണൻസ് ആണ്. ആ, ഇ, ഉ എന്ന് പറഞ്ഞ വവൽ സൗണ്ടുകളാണ്. അപ്പൊ ഇവിടെ കൺസണന്റ് സൗണ്ട്സ് ഒരു ലൈനിൽ തന്നെ പല വേർഡുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഫിഗർ ഓഫ് സ്പീച്ചിന് നമ്മൾ പറയുന്നത് അലിറ്ററേഷൻ എന്നാണ്. ഓക്കെ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റും, എല്ലായിടത്തും എഫ് ഉണ്ട്, പക്ഷെ ചില വാക്കുകളിൽ ഈ പറഞ്ഞ പോലെ ഈ ലെറ്റർ ഇവിടെ കാണുന്നുണ്ട്, പക്ഷെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ സൗണ്ട് വരുന്നുണ്ടെങ്കിൽ എന്താണ് അത് അലിറ്ററേഷൻ ആണ്. സൗണ്ടിനാണ് ഇംഗ്ലീഷിൽ ലെറ്ററിനെക്കാട്ടിലും ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള എന്താണ് ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഇവിടെ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നതും കൂടെ നോക്കിപ്പോ, പെർസോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ വേറൊന്നും അല്ല, എന്തെങ്കിലും ഒരു ഇൻആനിമേറ്റ് ആയിട്ടുള്ള, ഇല്ലെങ്കിൽ എന്താ ഇപ്പൊ ഒരു ട്രെയിൻ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഫീലിങ്സ്, അതിനെയൊക്കെ നമ്മളൊരു പേഴ്സണെ പോലെ കാണുന്നു. മിക്കവാറും പെർസോണിഫിക്കേഷൻ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കും. ഇപ്പം ലവ്, ഇല്ലെങ്കിൽ പീസ്, ഇല്ലെങ്കിൽ ഇടയ്ക്ക് ട്രെയിൻ എന്നുള്ള രീതിയിലോ ഏതെങ്കിലും ഒരു വാക്കിനെ നമ്മൾ പേര് എങ്ങനെ എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും. ഇപ്പൊ അരുൺ എഴുതുവാണെങ്കിൽ എ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതുപോലെ കൊടുക്കുമ്പോൾ നമുക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും എന്താണ് ചില സമയത്ത് ആ ഒരു വാക്ക് കൊടുക്കണമെന്നില്ല, പക്ഷെ എന്നാലും മഴയെ നീ നടന്നു പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്താ, നടക്കുന്നത് ആരാ, മനുഷ്യനാണ്. അപ്പൊ ആ ഒരു കവിതയിൽ ആ ഒരു പ്രയോഗം വരുമ്പോൾ എന്താണ്, മഴയെ അവിടെ നമ്മൾ എന്താണ് പേഴ്സണെ പോലെ കണ്ടേക്കുവാണ്. അതും എന്താണ് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഉണ്ട്, സൺ കിസ്ഡ് മീ വൈൽ ഐ വാസ് ടേക്കിംഗ് മൈ ഫോട്ടോഗ്രാഫ്. വേറൊന്നുമില്ല, സൂര്യപ്രകാശം മുഖത്ത് വന്ന് വീണു, അപ്പൊ അതിനെന്താ സൺ കിസ്ഡ് മീ എന്നാണ് പറയുന്നത്. എന്താണ്, ഇതൊരു ഹ്യൂമൻ ആക്ഷൻ ആണ്, ഹ്യൂമൻസ് ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു ആക്ഷൻ എന്ത് ചെയ്തു, സൺ ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പൊ ക്യാപിറ്റൽ യൂസ് ചെയ്തില്ലെങ്കിലും എന്താണ് സൺ ഒരു പേഴ്സൺ ആയിരിക്കുകയാണ്, ഇവിടെ പേഴ്സണെ പോലെ കണ്ടിരിക്കുന്നത്. ക്ലോക്ക് ഗ്ലെയർഡ് അറ്റ് മീ, ക്ലോക്ക് എന്നെ നോക്കി, ക്ലോക്ക് എന്നെ നോക്കോ, ഇല്ല, അങ്ങനെ തോന്നലാണ്. അപ്പൊ ഇല്ലെങ്കിൽ അതവിടെ ഉണ്ട്, അതിൽ എന്റെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ടു, അതാണ് അവിടെ ഇന്നർ മീനിങ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ കവി ദ ക്ലോക്ക് ഗ്ലെയർഡ് മീ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ഒരു എന്താ ജീവനുള്ള വസ്തു, ജീവനുള്ള ഒരു ജീവിയൊക്കെ ആയിരിക്കും എന്ത് ഇങ്ങോട്ട് നോക്കുന്നത്, നമ്മൾ നോക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഒരു പേഴ്സണെ പോലെ ക്ലോക്കിനെ കണ്ടത്, അപ്പൊ ക്ലോക്ക് അവിടെ എന്തായി, പെർസോണിഫൈഡ് ആയി. അപ്പൊ അങ്ങനത്തെ രീതി ഗ്ലെയർ ചെയ്യുക, കിസ് ചെയ്യുക, അങ്ങനത്തെ വാക്കുകൾ, ഇല്ലെങ്കിൽ എന്താ റൺ ചെയ്തു, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ ജീവനില്ലാത്ത, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും സെലിസ്റ്റിയൽ ബോഡിയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവിടെ പെർസോണിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. പിന്നുള്ളതാണ് മെറ്റോണിമി. മെറ്റോണിമി എന്ന് പറഞ്ഞാൽ റീപ്ലേസിങ് എ വേർഡ് വിത്ത് അനദർ വേർഡ് അസോസിയേറ്റ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ക്രൗൺ ഡിഷ് ഇപ്പം ദ പവർ ബിലോങ്സ് ടു ദ ക്രൗൺ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ പവർ ആർക്കാണ്, ക്രൗണിനാണ്. ക്രൗണിനല്ല, ക്രൗൺ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്, കിങ്ങിനെയാണ്. കിങ്ങിന്റെ കയ്യിലാണല്ലോ ക്രൗൺ ഉള്ളത്. അപ്പം നമുക്കൊരു ഇന്നർ മീനിങ് പോലെ എല്ലാത്തിന്റെയും പവർ കിരീടത്തിനാണ്. കിരീടം ഉള്ള ആർക്കാണോ അവന് പവർ ഉണ്ട്. അപ്പൊ അത് കിങ്ങിന്റെ കയ്യിലാണ് പവർ എന്ന് മീൻ ചെയ്യുക. ഇവിടെ കിങ് എന്ന് യൂസ് ചെയ്യാതെ ക്രൗൺ എന്ന് യൂസ് ചെയ്താലും എന്താണ് ആ സെയിം മീനിങ് ആണ്. അങ്ങനത്തെ രീതിയിൽ യൂസ്, നമ്മൾ ഇതൊക്കെ കവിതയിലാണ് കൂടുതൽ ഈ പ്രയോഗങ്ങളൊക്കെ കാണുന്നത്. പിന്നെന്താ സിമിലി, കമ്പയറിങ് തിങ്സ് യൂസിങ് ലൈക്ക് ഓർ ആസ്. ഇത് സുപരിചിതമായിരിക്കും അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതൊക്കെ ആയിരിക്കാം. യു ആർ ലൈക്ക് എ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ, യു ആർ ലൈക്ക് എ റെഡ് റോസ് എന്നുള്ള രീതിയിലൊക്കെ നീ അതുപോലെയാണ്. അപ്പൊ പോലെ എന്നുള്ള ലൈക്കോ ആസോ വെച്ചിട്ടില്ലെങ്കിൽ ഷീ സോ കണ്ണിങ് ആസ് എ ഫോക്സ് എന്ന് പറയുവാണെങ്കിലും എന്താ, ആസ് വന്നാലും ലൈക്ക് വന്നാലും പോലെ എന്നൊരു മീനിങ്. അല്ലെങ്കിൽ പോലെ എന്ന് എടുത്താൽ അതിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിമിലിയാണ്. സിമിലർ ടു, ലൈക്കോ ആസോ എന്നുള്ളൊരു വാക്ക് അവിടെ വരുന്നിട്ട് രണ്ട് ഇപ്പൊ ഒരു യു ഇല്ലെങ്കിൽ ആരോ ഒരാളും ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈയുമായിട്ട് ഒരു കമ്പാരിസൺ വന്നിരിക്കുകയാണ്. അവിടെ ലൈക്കും ആസും യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്കോ ആസോ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സിമിലിയാണ്.
പിന്നുള്ളതാണ് നമ്മൾ കണ്ട അലിറ്ററേഷൻ. അലിറ്ററേഷൻ എങ്ങനെയാണ്? ഒരു സെയിം സൗണ്ട് ഇല്ലെങ്കിൽ അതും കൂടുതൽ കൺസണന്റ് സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയും. ഇത് വവൽ സൗണ്ട്സ് ആയിരുന്നെങ്കിൽ അതിന് അസോണൻസ് എന്ന് പറയും. എയോ ഇയോ ആ ഉ അങ്ങനത്തെ രീതിയിലാണ് നമ്മുടെ വായിങ്ങനെ ഒരു ലൈനിൽ പല വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വരുന്നെങ്കിൽ അത് അസോണൻസ്. അല്ലാതെ പ് ബ് ട് ക് അങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് ഫു സൗണ്ടാ. ഫുള്ളിന്റെ ഫു, ഫാറ്റത്തിന്റെ ഫു, ഫൈവിന്റെ ഫു, തൈ, അത് കഴിഞ്ഞ് വീണ്ടും ഫാദറിന്റെ ഫു, കുറെ എടുത്ത് ആ സെയിം ലൈനിൽ തന്നെ ഫു ഫു സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുന്നു. ഓക്കെ. ഇപ്പൊ ഇവിടെ വേറെ സിങ് എ സ്വീറ്റ് സൂത്തിങ് സോങ്, അവിടെ സ സൗണ്ട് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ അലിറ്ററേഷൻ എന്ന് പറയുന്നു. അടുത്തത് എർത്ത് ഈസ് എ കൊഗ്ലോമറേറ്റ് ഓഫ് ഓർഗാനിസം. സെയിം മീനിങ്. ഓക്കെ, സെയിം മീനിങ് ഉള്ള ഇതിൽ സിനോണിം ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വെച്ചാൽ ഈ തന്നിരിക്കുന്നതിന്റെ കറക്റ്റ് മീനിങ്. ഇപ്പൊ എന്താണ് കൊഗ്ലോമറേറ്റ് എന്ന് വെച്ചാൽ മിക്സ്ചർ എന്നാണ് അർത്ഥം വരുന്നത്. എർത്ത് ഈസ് എ കൊഗ്ലോമറേറ്റ്, മിക്സ്ചർ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കുറെ ഓർഗാനിസത്തിന്റെ ഒരു മിക്സ്ചർ ആണ് എർത്ത്. സിനോണിംസും എന്താണ് സെറ്റ് എക്സാമിലും വരാം, അതുപോലെ തന്നെ കേട്ടറ്റ് എക്സാമിലും വരുന്ന ഒരു ഏരിയയാണ് സിനോണിംസ് എന്ന് പറയുന്നത്. അത് കുറെ ഉണ്ട്, നമുക്കത് അങ്ങനെ പഠിച്ചേ പറ്റത്തുള്ളൂ, അല്ലാതെ കോഡോ റൂളോ അങ്ങനൊന്നുമില്ല. ഓക്കെ. ഓൾ ദ ഗേൾസ് ലെഫ്റ്റ് എയർലി, ഓൾ ദ ഗേൾസ് ലെഫ്റ്റ് എയർലി ഡാഷ്. ഇങ്ങനെയുള്ളത് എന്തായിരിക്കും? അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് കോമ വന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നതെന്ന് നമ്മൾ എന്താ പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് അല്ലേ? യെസ്, ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പൊ ഇവിടെ ഏത് വരും? ഓൾ ദ ഗേൾസ് ലെഫ്റ്റ് എയർലി കൊടുത്തിട്ടുണ്ട്. ഡിഡൻ ദേ, എന്തുകൊണ്ട് ഡിഡൻ ദേ വന്നു? ഗേൾസ് ഗേൾസ് ആണ്. ഗേൾസ് ആയതുകൊണ്ട് മാത്രമല്ല, അവിടെ ലെഫ്റ്റ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, ലെഫ്റ്റ് എന്ന് പറയുന്നത് ലീവ് ചെയ്യുന്നു എന്നുള്ള അല്ലേ? ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ V3 ഫോം ആണ്. അപ്പൊ അതെന്താണ്? പാസ്റ്റ് ആണെന്ന് കാണിക്കുന്നു. ഡു ഡസ് പ്രസന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിഡ് നമ്മൾ പാസ്റ്റിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഗേൾസ് എന്ന് പറയുമ്പോൾ കുറച്ച് കൂട്ടം ആൾക്കാരുടെ പ്ലൂറൽ ആണ്. പ്രസന്റിലായിരുന്നു എങ്കിൽ നമ്മൾ അവിടെ എന്താ ഡു ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഓക്കെ, ഡു ആയിരിക്കും നമ്മളവിടെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഇല്ലെങ്കിൽ ഇവിടെ ഡോണ്ട് എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. ഡു ആണ് ഇവിടെ ഒളിച്ചിരിക്കുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ അനുസരിച്ച് എങ്ങനെയാണ്? പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ടാഗ് ഉപയോഗിക്കുക, നെഗറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ടാഗ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ ആരാണ്? ഡു ഒളിഞ്ഞിരിപ്പുണ്ട്. ഓക്കെ, ഗേൾസ് ആണ്, പ്ലൂറൽ ആണ്, അവിടെ ഡു ഒളിഞ്ഞ് ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ഡോണ്ട് ആണ് വരേണ്ടത്. ഓക്കെ, ഡോണ്ട് ആണ് അവിടെ വരേണ്ടത്. പക്ഷെ ഇവിടെ ലെഫ്റ്റ് വന്നുകൊണ്ട് ഓൾ ദ ഗേൾസ് ലെഫ്റ്റ് എയർലി, എയർലി എന്ന് പറഞ്ഞിട്ട് അവർ നേരത്തെ പോയി. അവന്റെ ആ ഒരു വാക്കിന്റെ മീനിങ് എന്താ? എല്ലാ ഗേൾസും നേരത്തെ പോയി. പോയി എന്ന് പറഞ്ഞത് കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പൊ അത് പാസ്റ്റ് ആണ്. പാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 4 ഓപ്ഷനിൽ ഡൂവും ഡസും ഒന്നും അല്ല, ഡിഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡിഡന്റെ. അതിപ്പം പാസ്റ്റിന്റെ കേസിൽ നമുക്ക് ഈ ഡൂവും ഡസും പോലെ 2 വെറൈറ്റി ഇല്ല. പ്ലൂറൽ ആണെങ്കിലും കുറെ ഗേൾസ് ഉണ്ടെങ്കിലും ഒരു ഗേൾ ആണെങ്കിലും എന്താണ്? ഡിഡ് തന്നെ അവിടെ വരത്തുള്ളൂ. പ്രസന്റ് ആണ്, ഇപ്പൊ അവരിൽ ഇപ്പൊ നടന്നൊരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് എന്ത് മനസ്സിലാവുന്നത്? ഡുവോ ഡെസോ ഉപയോഗിക്കുന്നത്. ഈ കേസിലാകുമ്പോൾ കുറച്ച് ഗേൾസ് ഉണ്ട്, കുറച്ച് പേരുള്ളപ്പോൾ അവിടെ ഡു ആണ് ഒളിഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഓക്സിലറി വെർബ് ഡു ആണ്. ഇവിടെ പ്രകടമായിട്ട് കാണുന്നില്ല എന്നുള്ളൂ, ഇവിടെ അകത്തുണ്ട്. ആ ഡൂവിന് നമ്മൾ എന്തെടുക്കണം? അല്ലെങ്കിൽ ലെഫ്റ്റ് ചെയ്തു, ഡൂവിന് നമ്മൾ എന്തെടുക്കണം? ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പൊ അവിടെ ഡോണ്ട് എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ കഴിഞ്ഞു പോയ ആക്ഷൻ, ലെഫ്റ്റ് ഇയർലി, അവർ നേരത്തെ പോയി, കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഡിഡ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ ഡിഡ് ആണ് ഇവിടെ ഒഴിഞ്ഞിരിക്കുന്നത്. ആ ഡിഡിനെ എടുത്ത് ഇങ്ങോട്ട് ഇടുക. അതിനുശേഷം ഇത് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇവിടെ നോട്ട്, ഒരു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആകുന്നത് അതിൽ നോട്ട്, നണ്ണ്, റെയർലി, സ്കെയർലി, ഹാർഡ്ലി ഇങ്ങനത്തെ വാക്കുകൾ കുറവ് കാണിക്കുക, ഇല്ലായ്മ കാണിക്കുക, അങ്ങനെയുള്ള ഇത് വരുവാണെങ്കിലാണ് നമ്മൾ കൂടുതലും അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഡോണ്ടോ ഒന്നുമല്ല, ഡു ഒക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇല്ലെങ്കിൽ ഈ കേസിൽ ഇപ്പൊ ഇവിടെ ഓൾ ദ ഗേൾസ് എന്താ ഡിഡൻ ലെഫ്റ്റ് ആയിരുന്നെങ്കിൽ ഡിഡ് ദേ എന്ന് വന്നേനെ. ഓൾ ദ ഗേൾസ് ഡിഡൻ ലെഫ്റ്റ് എന്നായിരുന്നെങ്കിൽ അവിടെ ഡിഡ് ദേ എന്ന് വന്നു. നമ്മുടെ ക്വസ്റ്റിന് ഡിഡൻ ഇല്ലല്ലോ, അവർ പോയി എന്നല്ലേ, അല്ലെങ്കിൽ മീനിങ് മാറിപ്പോ അവർ പോയില്ല എന്നാകും. അപ്പൊ അവർ പോയോ എന്നുള്ള രീതിയിൽ വരും. ഇവിടെ വെച്ചാൽ എല്ലാവരും പോയി, അപ്പൊ നമ്മൾ ആണോ എന്ന് ചോദിക്കുന്ന. മലയാളത്തിൽ വരുമ്പോൾ രണ്ടും ആണോ എന്നാണ്. ഇംഗ്ലീഷ് വരുമ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ ടാഗിൽ ചേഞ്ച് വരുന്നത്. ഓൾ ദ ഗേൾസ്
ലെഫ്റ്റ് ഇയർലി. അപ്പൊ ഇവിടെ ഡിഡ് ആണ് ഒളിഞ്ഞിരിക്കുന്നത്. ആ ഡിഡിനെ നമ്മൾ പൊക്കി ഇങ്ങോട്ട് ഇടുന്നു, നോട്ട് ആഡ് ചെയ്യുന്നു, ഡിഡൻ ദേ. ഇവർ കുറച്ച് ഗേൾസ് ഉണ്ട്, കുറച്ച് അവറാണ്, അവരിങ്ങോട്ട് വരും. ഓക്കെ, ഇവിടെ കിടക്കുന്ന നൗണുകളും കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ദേ ആയിട്ട് മാറും. ഒരു പ്രോണൗണിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ കാണിക്കുന്നത്. ഓക്കെ, ഓൾ ദ ഗേൾസ് ലെഫ്റ്റ് ഇയർലി ഡിഡൻ ദേ. എല്ലാ ഗേൾസും പോയി അല്ലേ, ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ്. യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദ എക്സാമിനേഷൻ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ടാഗ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് അറിയാം. ഏതാണ് ഇവിടുത്തെ ഓക്സിലറി വെർബ്? യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദ എക്സാമിനേഷൻ. ആ സെന്റൻസിൽ ഓക്സിലറി വെർബ് ഏതാണ്? യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദ എക്സാമിനേഷൻ. ഹാവ് ആണ് അവിടുത്തെ ഓക്സിലറി വെർബ്. ഓക്സിലറി വെർബ് എന്ന് വെച്ചാൽ ഇവിടുത്തെ മെയിൻ, ഇവിടെ യു എന്താണ്? യു അവിടുത്തെ സബ്ജക്റ്റ് ആണ്. ഹാവ് അവിടുത്തെ ഓക്സിലറി വെർബ്. ഫിനിഷ്ഡ് എന്ന് പറയുന്ന അവിടുത്തെ വെർബ്, മെയിൻ വെർബ്, ചെയ്ത ക്രിയ അല്ലെങ്കിൽ ആ ഒരു ആക്ഷൻ. ടേക്കിംഗ് ദ എക്സാമിനേഷൻ. ഓക്കെ, അത് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വെർബ് പ്ലസ് എന്താ? ദ എക്സാമിനേഷൻ. ഇതൊരു ഒബ്ജക്റ്റിന്റെ ഇതുവരെ എന്താണ് ചെയ്യുന്ന? എക്സാമിനേഷൻ എടുക്കുകയാണ്. അപ്പൊ എന്താ ഇവിടെ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞു. മെയിൻ വെർബ് എന്താണ്? ഫിനിഷ്ഡ് കിടക്കുക. ഇ ഡി വരുമ്പോഴത്തേക്ക് അത് പാസ്റ്റ് ആണ്, കഴിഞ്ഞു. യു ഹാവ് ഫിനിഷ് ടേക്കിംഗ് ദ എക്സാമിനേഷൻ. അപ്പൊ ഇത് V2 ഫോം, കഴിഞ്ഞ ഒരു കാര്യമാണ് അല്ലെ. നേരത്തെ നമ്മൾ ലെഫ്റ്റ് ഇയർലി എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ഫിനിഷ്ഡ് കാണുമ്പോൾ മനസ്സിലാവും എന്ത്? ഈ സെന്റൻസ് പാസ്റ്റ് കിടക്കുവാണ്. ഫിനിഷ് ആണ് V1 ഫോം. ഫിനിഷിങ് എന്നായിരുന്നെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ആയേനെ. ഓക്കെ, ഇവിടെ ഫിനിഷ്ഡ് എന്ന് വരുമ്പോൾ ഇ ഡി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും വേറെ ING അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ എന്താണ്? നീ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തില്ലേ എന്നുള്ള രീതിയിൽ യു ഹാവ്, അവിടെ എന്താണ് പറഞ്ഞത്? നീ എക്സാമിനേഷൻ ഫിനിഷ് ചെയ്തു എന്നാണ് ഇവിടെ കിടക്കുന്നത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്നത്. ചെയ്തു എന്ന് പറഞ്ഞു, അപ്പൊ അത് കഴിഞ്ഞു, ചെയ്തു, കഴിഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്കത് പാസ്റ്റ് ആണെന്ന് മനസ്സിലായി. ഇവിടുത്തെ ഹാവ് ആണ് ഓക്സിലറി വെർബ്. മെയിൻ വെർബിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന വെർബുകളാണ് നമ്മൾ ഓക്സിലറി വെർബ് എന്ന് പറഞ്ഞാൽ. ഈസ്, ആം, ആറ്, പിന്നെന്താണ്? വാസ്, വെയർ, പാസ്റ്റ് വരുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ പെർഫെക്റ്റ് കേസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റിലൊക്കെ വരുമ്പോഴാണ് എന്ത്? ഹാവ്, ഹാസ്, ഹാഡ് വരുന്നത്. പാസ്റ്റ് പെർഫെക്റ്റ് ഹാഡ് മാത്രമേ ഉള്ളൂ. പ്രസന്റിൽ ഹാവും ഹാസും വരും. അത് നമ്മുടെ എന്താ നൗണ് എങ്ങനെ, നമ്മുടെ സബ്ജക്ട് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഹാവും ഹാസും ആഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ? യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദ എക്സാമിനേഷൻ. ഫിനിഷ്ഡ് എന്ന് വരുമ്പോ തന്നെ എന്താണ്? ഇത് പാസ്റ്റ്, കഴിഞ്ഞ ഒരു രീതിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഓക്സിലറി വെർബ് ഉണ്ട്. നമ്മുടെ റൂൾ അനുസരിച്ച് തന്നിരിക്കുന്ന ഓക്സിലറി വെർബിന്റെ കൂടെ ഇതിപ്പോ പോസിറ്റീവ്, ഇവിടെ നോട്ടിന്റെ നോട്ടോ, നണ്ണോ, സ്കെയർലിയോ, സ്കാസ്ലിയോ, ഹാർഡ്ലിയോ ഒന്നുമില്ല. ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ കൂടെ നമ്മൾ എന്തെടുക്കുക? ഇവിടെ കിടക്കുന്ന ഈ ഹാവ് എന്ന് പറഞ്ഞ നമ്മുടെ ഓക്സിലറി അതുപോലെ ഇടുക, അതിന്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക. ഇവിടെ കിടക്കുന്ന പ്രോണൗൺ യു ആണ് ഇവിടുത്തെ സബ്ജക്ട്, അതിനെ ഇട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ റൂള്. ഇപ്പൊ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ തന്നിരിക്കുന്ന ഓക്സിലറി വെർബ് പ്ലസ് നോട്ട് എപ്പോഴും എങ്ങനെ ആയിരിക്കും? അപ്പോസ്ട്രഫി. നോട്ടിന്റെ ഷോർട്ട് ഫോം N''T എന്നായിരിക്കും എവിടെ വരുന്നത്? ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അതിന്റെ കൂടെ പ്ലസ് സബ്ജക്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സബ്ജക്റ്റിയുടെ യു ആണ്. അപ്പൊ യു ഹാവ് ഫിനിഷ് ടേക്കിംഗ് ദ എക്സാം, ഹാവൻ യു. ഓക്കെ, ഇത് പാസ്റ്റിലല്ല, ഇത് പ്രസന്റ് പെർഫെക്റ്റ് കിടക്കും. യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദ, സോറി അത് തെറ്റിപ്പോയത്, പാസ്റ്റിലല്ല, യു പ്രസന്റ് പെർഫെക്റ്റ്. ഹാവ് പ്ലസ് V3, അത് പ്രസന്റ് പെർഫെക്റ്റിന്റെയാണ്. യു ഹാവ് ഫിനിഷ്ഡ് ടേക്കിംഗ് ദ എക്സാമിനേഷൻ. അപ്പൊ നമ്മൾ അവിടെ കിടക്കുന്ന ഓക്സിലറി ഏതാന്ന് നോക്കുക? ഹാവ്, ഹാവൻ യു. ഓക്കെ, ഹാവൻ യു. ഓക്സിലറി എടുക്കുക, അതിന്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് യു ഇടുക. പോസിറ്റീവ് ആണ് സ്റ്റേറ്റ്മെന്റ് എങ്കിൽ മാത്രം. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആകുന്ന എപ്പോഴാ? ക്വസ്റ്റ്യൻ നമ്മുടെ ആ തന്നിരിക്കുന്ന യു ഹാവ് നോട്ട് ഫിനിഷ്ഡ് ടേക്കിംഗ് ദ എക്സാമിനേഷൻ, ഹാവ് യു എന്ന് വന്നേനെ. അവിടെ നോട്ട് ഇല്ല, അപ്പൊ അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ടാഗ് ഇട്ട് കൊടുക്കണം. നോട്ട് N''T ഉള്ള ടാഗ് ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ നമ്മുടെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ടാഗിന്റെ റൂൾ എന്ന് പറയുന്നത്. റെഹാൻ സഫേഴ്സ് ഫ്രം സിവിയർ മൈഗ്രെയിൻ. ഇത് സ്പെല്ലിങ്ങിന്റെ ക്വസ്റ്റ്യൻസും വരാം. മൈഗ്രെയിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് MIGRAINE, മൈഗ്രെയിൻ. നമ്മുടെ മൈ ആണ് വരുന്നത്. പിന്നെ ഗ്രെയിൻ, നമ്മുടെ ധാന്യങ്ങളുടെ ഗ്രെയിൻ, അതിന്റെ കൂടെ ഒരു ഇയും കൂടെ വരും. ഇതാണ് മൈഗ്രെയിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ഡു യു ടോളറേറ്റ് സച്ച്
ബിഹേവിയേഴ്സ്. അപ്പൊ ടോളറേറ്റിന് പകരം നമുക്ക് അവിടെ ഏത് വാക്ക് ഉപയോഗിക്കാം? പുട്ടപ്പ് വിത്ത്. ഇത് ഫ്രേസൽ വെർബിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പുട്ടപ്പ് വിത്ത്. ഓക്കെ, പുട്ടപ്പ് വിത്ത് എന്നാണ് ടോളറേറ്റ് എന്ന് മീൻ ചെയ്യും. ഹൗ ഡു യു ടോളറേറ്റ്? എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക? അഡ്ജസ്റ്റ് വന്നാലും ടോളറേറ്റ് വന്നാലും രണ്ടിന്റെ മീനിങ് വരുന്ന ഒരു ഫ്രേസൽ വെർബാണ് പുട്ടപ്പ്. എങ്ങനെ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു, എങ്ങനെ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നാണ് അവിടെ ചോദിച്ചേക്കുന്നത്. അപ്പൊ ടോളറേറ്റ് അഥവാ അഡ്ജസ്റ്റ് എന്നാണ് പുട്ടപ്പ് വിത്ത് എന്നുള്ള ഫ്രേസൽ വെർബിന്റെ മീനിങ്. പിന്നെ പുട്ടോൺ, ബി എടുത്തേക്കുന്നത് പുട്ടോണിന്റെ അർത്ഥം വെയർ ചെയ്യുക. ഷീ പുട്ടോണിലേക്ക് ഈ പുട്ടോൺ എ ഷർട്ട്, എ ജാക്കറ്റ്, പുറത്ത് ധരിക്കുക, എന്തെങ്കിലും ഉടുപ്പെടുത്ത് ഇടുക എന്നുള്ളതാണ് എന്ത്? പുട്ടോൺ എന്ന് പറഞ്ഞത്. ഓക്കെ, ഐഡന്റിഫൈ സെന്റൻസ് ദാറ്റ് എക്സ്പ്രസ് എ റിക്വസ്റ്റ്. അപ്പൊ ഇവിടെ പല ടൈപ്പ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു എന്താണ്, ക്വസ്റ്റ്യൻ മാർക്കുള്ള ഇന്ററോഗേറ്റീവ് സെന്റൻസ് ഉണ്ട്, ഫുൾ സ്റ്റോപ്പിൽ ഇത് ചെയ്യുന്ന ഡിക്ലറേറ്റീവ് സെന്റൻസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം എപ്പോഴും ഇങ്ങനെ വരണമെന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് എന്ത് ചെയ്യുന്ന എല്ലാം, പക്ഷെ അതിന്റെ ആ മീനിങ്ങിന് ഇമ്പോർട്ടന്റ് ഉണ്ട്. എന്നാലും ഫുൾ സ്റ്റോപ്പ് എൻഡ് ചെയ്യുന്ന ഡിക്ലറേറ്റീവ്, ക്വസ്റ്റ്യൻ മാർക്ക് എൻഡ് ചെയ്യുന്നത് ഇന്ററോഗേറ്റീവ്, പിന്നെ അതല്ലാതെ ഫുൾ സ്റ്റോപ്പ് എൻഡ് ചെയ്യുന്ന വേറെ സെന്റൻസുകളും ഉണ്ട്. പക്ഷെ അതിപ്പോ വായിച്ചു നോക്കുമ്പോൾ എന്താണ്, എന്തെങ്കിലും കമാൻഡ് ആണ്. ഷട്ട് ദ ഡോർ, ഇല്ലെങ്കിൽ ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? കമാൻഡ് ആണ്. ഓക്കെ, അതപ്പോ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നാണ് ആ ടൈപ്പ് ഓഫ് സെന്റൻസ്. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സെന്റൻസ് തന്നിട്ട് 4 ഓപ്ഷനിൽ 4 ടൈപ്പ് ഓഫ് സെന്റൻസ് എന്താണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, ഇമ്പരേറ്റീവ് സെന്റൻസ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറഞ്ഞ 4 തന്നിട്ട് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ഏത് ഗ്രൂപ്പിൽ വരും, ഏത് കാറ്റഗറി വരുമെന്നും ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? വുഡ് യു, ഇതിൽ ഈ തന്നിരിക്കുന്ന 4 ഏതാണ് റിക്വസ്റ്റ്? വുഡ് യു മൈൻഡ് ഓപ്പണിംഗ്, നിങ്ങൾ ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാമോ? വുഡ് യു മൈൻഡ്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാമോ എന്ന് ചോദിക്കുന്നത് റിക്വസ്റ്റ് ആണ്. യു വുഡ് ബെറ്റർ ഓപ്പൺ ദ ഡോർ, നേരെ ഡോർ ഓപ്പൺ ചെയ്തേ, അല്ലെങ്കിൽ ആ വിൻഡോ ഓപ്പൺ, മര്യാദയ്ക്ക് അത് ഓപ്പൺ ചെയ്തെന്നുള്ളൊരു മീനിങ് ആണ് ബി വരുന്നത്. ചുമ്മാ എന്റെ കൈ, നമ്മൾ അങ്ങനെ പറയത്തില്ല, ദേഷ്യപ്പെട്ടുള്ള രീതിയിൽ കമാൻഡ് പോലാണ് ബി കിടക്കുന്നത്. ഹേ യു ഓപ്പൺ ദ വിൻഡോ, അതും എന്താണ്? ഒരു കമാൻഡ് ആണ്. ഹേ യു എന്നൊക്കെ വിളിച്ച് ഒരാളെ പറയുമ്പോൾ അത് റിക്വസ്റ്റ് അല്ലല്ലോ, ഭയങ്കര പവർ എടുത്ത് പറയുന്ന പോലെ. ഇറ്റ്സ് ഹോട്ട് ഇൻ ഹിയർ സോ വി നീഡ് ടു ഓപ്പൺ ദ വിൻഡോ, അതൊരു അതൊരു എന്താണ്, അതൊരു ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇല്ല ഒരു സ്റ്റേറ്റ്മെന്റ് പോലെ. ഇവിടെ ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്യണം. അതൊരു റിക്വസ്റ്റ് അല്ല, അതിങ്ങനെ സെന്റൻസ് ആയിട്ട് പറഞ്ഞേക്കും. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ഏതാണ്? ആദ്യത്തെ മാത്രമാണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞത്. വുഡ് യു മൈൻഡ്, ഒന്ന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ആ വിൻഡോ ഒന്ന് ഓപ്പൺ ചെയ്യാമോ? വുഡ് യു ഒക്കെ വരുമ്പോഴത്തേക്കും വുഡ് യു, കുഡ് യു, കൂടുതലും വുഡ് കേട്ടോ. വുഡ്, WOULD, വുഡ് വരുമ്പോഴൊക്കെ കൂടുതൽ റിക്വസ്റ്റ് കാണിക്കാം. ഒന്ന് വുഡ് യു പ്ലീസ് ഗീവ് മീ, പ്ലീസ് വന്നാലും അഗൈൻ റിക്വസ്റ്റ് ആണ്. പ്ലീസ് വരിക, വുഡ് വരിക, ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്കൊരു റിക്വസ്റ്റ് ആണ്, ഒന്ന് ചെയ്യാമോ എന്നുള്ള രീതിയിലാവും. അല്ലാതെ ഇപ്പൊ ഹേ യു ഷട്ട് ദ ഡോർ എന്നൊക്കെ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊരു കമാൻഡാ, ചെയ്തേ പറ്റും. അത് റിക്വസ്റ്റ് ആണ്, അത് കമാൻഡാ. ഈ കമാൻഡ് ആണെങ്കിലും റിക്വസ്റ്റ് ആണെങ്കിലും അത് വരുന്നത് ഇമ്പരേറ്റീവ് സെന്റൻസിന്റെ കാറ്റഗറിയിലാണ്. ഓക്കെ, ആഗ്രഹങ്ങൾ, ഐ വിഷ് ഐ കുഡ് ഹാവ് വിങ്സ് എന്ന് പറയുന്നത് എന്താണ്? അതും ഇമ്പരേറ്റീവില് വരുന്ന ഒരു ഇതാണ്. ആഗ്രഹങ്ങളും വരാം. അതെ, ടൈപ്പ് ഓഫ് സെന്റൻസ് എന്താണ്? ഡിക്ലറേറ്റീവ് സെന്റൻസ് പറയുമ്പോൾ നമ്മൾ സാധാരണ, നമ്മളിപ്പം മൈ നെയിം ഈസ് ശ്രുതി എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഡിക്ലറേറ്റീവ്, അവിടെ ആരോടും ഒരു കമാൻഡ് അല്ല, റിക്വസ്റ്റ് അല്ല, ക്വസ്റ്റ്യൻ അല്ല, ഉള്ള ഒരു ഫാക്ട് ആണ്, ഉള്ള കാര്യങ്ങളാണ്. നമ്മൾ സിമ്പിൾ ഡയലോഗ്സ് ഒക്കെ കൂടുതലും ഡിക്ലറേറ്റീവ് ആണ്, ഫാക്ടുകളെല്ലാം ഡിക്ലറേറ്റീവ് ആണ്. ജോർജ് ബ്രഷസ് ഹെർ ടീത്ത് എന്താണ്? ട്വൈസ് എ ഡേ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ എന്താണ്? അതൊരു ഫാക്ട്, എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ആരോടും കമാൻഡ് റിക്വസ്റ്റോ ഒന്നുമല്ല. പിന്നെ ഇപ്പുറത്ത് എന്താണ്? ഇന്ററോഗേറ്റീവ് സെന്റൻസ്, അവിടെ എല്ലാം ക്വസ്റ്റ്യന്, വാട്ട്, വേർ, ഹൗ, വിച്ച് ഇതൊക്കെ വരുമ്പോൾ ചോദിക്കുകയാണ്, അതിനൊരു ഉത്തരവുണ്ട്. ആ ഉത്തരം കിട്ടാൻ വേണ്ടി നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളെയാണ് ഇന്ററോഗേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്. ഇമ്പരേറ്റീവ്, ടേൺ ലെഫ്റ്റ് അറ്റ് ദ ഇന്റർസെക്ഷൻ, അതൊക്കെ ഒരു കമാൻഡ്, ഇൻസ്ട്രക്ഷൻ ഒക്കെയാണ്. അങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്തേ പറ്റൂ. പ്ലേ വിത്ത് ഇന്റൻസിറ്റി ആൻഡ് കറേജ്. പിന്നെ ഡു നോട്ട് യൂസ് ഡ്രഗ് ആഫ്റ്റർ വാക്സിനേഷൻ, അതൊക്കെ ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, കമാൻഡ് കൊടുക്കുക, പിന്നെ അതുപോലെ റിക്വസ്റ്റ് ചെയ്യുക, ഇതെല്ലാം ഇമ്പരേറ്റീവിന്റെ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എക്സ്ക്ലമേറ്ററി, എക്സ്ക്ലമേറ്ററി നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇപ്പൊ ഈ തന്നിരിക്കുന്ന ഹി സച്ച് എ കൈൻഡ് പേഴ്സൺ, ഓക്കെ, ഇവിടെ എന്താണ്? എക്സ്ക്ലമേഷൻ, നല്ല മനുഷ്യന് എന്ന് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ വാവ്, അലാസ്, ഔച്ച്, ഓ ഒക്കെ വരാം. ഓക്കെ, ഇതൊന്നും വന്നില്ലെങ്കിൽ എന്ത് വായിച്ചു നോക്കുമ്പോൾ ഇറ്റ്സ് അമേസിങ് എന്ന് പറഞ്ഞിരുമ്പോൾ അവിടെ എക്സ്ക്ലമേഷൻ വരും. അപ്പൊ അവിടെ എന്താണ്? അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ബട്ട് ഡോണ്ട് ഫോർഗെറ്റ് വാട്ട് ഐ സെഡ്, അപ്പൊ അവിടെ എക്സ്ക്ലമേഷൻ വന്നുകൊണ്ട് അത് എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. യു ആർ സച്ച് എ ലയർ, നീ ഭയങ്കര ലയർ ആണ്. അപ്പൊ അതെല്ലാം എന്താണ്? എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്.
നെഗറ്റീവ് സെന്റൻസ് വേറൊന്നുമല്ല, അതിൻ്റെ അകത്ത് നോട്ടിന്റെ പ്രസൻസ് കാണും. നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റോ സെന്റൻസോ ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ ആ ഒരു കണ്ടീഷൻ പോലെ, ഐ ഡു നോട്ട് ലവ് യു എനിമോ, ഐ വിൽ നോട്ട് ഗോ ടു സ്കൂൾ ടുഡേ. അപ്പൊ അവിടെ നോട്ട് വരിക, സ്കാർസ്, റയർലി, ബെയർലി, ഈ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു കുറവിനെ കാണിക്കുന്ന, ഇല്ലായ്മയെ കാണിക്കുന്ന, ചെയ്യില്ല എന്നൊക്കെ ഉള്ള രീതിയിലാവുന്നു. അപ്പോഴത്തേക്ക് അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യും, പക്ഷെ നമ്മൾ വായിച്ചു നോക്കണം. ഇവിടോട്ട് വരുമ്പോൾ കമാൻഡ്സ് ആണെങ്കിലും എന്തായാലും ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യും, പക്ഷെ നമ്മളത് വായിച്ചു നോക്കുക ഏത് രീതിയിലാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ വി വാച്ച് ടി വി ലാസ്റ്റ് നൈറ്റ്, ഒരു ജസ്റ്റ് ഒരു കാര്യം പറയുവാണ്. അപ്പൊ അതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇന്ററോഗേഷൻ ആണ്, അല്ലാതെ കമാൻഡ് കൊടുക്കുന്നത്, റിക്വസ്റ്റ് വരുന്നതെല്ലാം ഇമ്പറേറ്റീവ്. ഏതെങ്കിലും വിഷ് പറയുന്നതും ഒക്കെ ഇമ്പറേറ്റീവ് ആണ്. എക്സ്ക്ലമേഷൻ വാവ്, ബ്യൂട്ടിഫുൾ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുവാണെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉള്ളതും എന്താണ്, എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആണ്. ഓക്കെ, വി ഡാഷ് വെൻ വി ആർ ഔട്ട് ഓഫ് ബ്രെത്ത്. ഈ പാന്റ്, ഓക്കെ, പാന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ കിതക്കി ഇങ്ങനെ അങ്ങനെ ഓടി കിതച്ച് വരിക, അതാണ് പാന്റ്. സൈ എന്ന് പറയുമ്പോഴത്തേക്കും ദീർഘശ്വാസം എന്നൊക്കെ പറയാം. ബ്ലോ എന്ന് പറഞ്ഞാൽ ഊതുക. ഗ്രിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ എന്താ ഒരു ഒരു കുഞ്ഞു ചിരി ഉണ്ടല്ലോ, അതിനെയാണ് ഗ്രിൻ എന്ന് പറയുന്നത്. അപ്പൊ പാന്റ് ആണ് എന്താ, നമ്മൾ നമുക്ക് ശ്വാസം ഇല്ലാതെ ഓടിക്കൊഴഞ്ഞൊക്കെ വരും, നമ്മളിങ്ങനെ കിതച്ച് അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പാന്റ് വെൻ വി ആർ, ഇങ്ങനെ ഒരു കിതക്കുക, ശ്വാസത്തിന്റെ ഒരു ഇത് വരെ, അതിനാണ് പാന്റ് എന്ന് ഉദ്ദേശിച്ചത്. സൈ എന്ന് പറയുന്ന ഒരു ദീർഘശ്വാസമാണ്. കുറെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ദീർഘശ്വാസം, അതിനെയാണ് സൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Someone has stolen the necklace, said the salesman. This can be reported. അപ്പൊ റിപ്പോർട്ടഡ് സ്പീച്ചും ചോദിക്കും. അപ്പൊ എന്താണ്, the salesman said the necklace have been stolen. The salesman said that the necklace has been stolen. The salesman said that the necklace was stolen. The salesman said the necklace had been stolen. നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്, ഇവിടെ നോക്കുമ്പോഴത്തേക്ക് someone has stolen the necklace. അപ്പൊ ഈ ഒരു സെന്റൻസ് കിടക്കുന്ന, നമ്മൾ ക്വസ്റ്റ്യന് കിടക്കുന്ന ഈ ഒരു സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്, ഇത് ഹാസ് പ്ലസ് V3 പ്രസന്റ് പെർഫെക്റ്റ് കിടക്കുന്ന ഒരു സെന്റൻസ് ആണ്. ആരോ, ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ നൗൺ ആരാന്നും അറിയത്തില്ല, എങ്ങനെയാണെന്നുള്ളതെന്നും അറിയത്തില്ല. അൺനോൺ ആയിട്ടുള്ള ഒരു പ്രോണൗൺ ആണ് അവിടെ വന്നേക്കുന്നത്, അറിയില്ല ആരാന്ന്. പക്ഷെ കിടക്കുന്ന ഏത് ടെൻസിലാണ്, പ്രസന്റ് പെർഫെക്റ്റിലാണ്. ഹാസ് ഇല്ലേ, ഹാവ് പ്ലസ് V3. സംവൺ, എവരി വൺ ഒക്കെ വരുമ്പോൾ ഹാസ് ആണ് ഇവിടെ വരുന്നത്. ഇതല്ലാതെ ഇപ്പം എന്താണ്, ഓൾ എന്നൊക്കെ വരുവാണെങ്കിൽ ഹാവ് വന്നേനെ. ഇല്ലെങ്കിൽ രണ്ടു പേരൊക്കെ ഉണ്ടെങ്കിൽ ദേ, യു ഒക്കെ ആയിരുന്നെങ്കിൽ അവിടെ ഹാവ് വന്നേനെ. അപ്പൊ ഹാവോ ഹാസോന് ശേഷം V3 വരുന്ന ഒരു സെന്റൻസിന് കാണുവാണെങ്കിൽ ആ സെന്റൻസ് എന്തിലാണ്, പ്രസന്റ് പെർഫെക്റ്റ് കിടക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ someone has stolen the necklace. അപ്പൊ ഇത് പ്രസന്റ് പെർഫെക്റ്റ് കിടക്കുന്ന സെന്റൻസിന് നമ്മൾ എന്താക്കി മാറ്റണം, അക്കോർഡിംഗ് ടു ദ റൂൾ ഓഫ് റിപ്പോർട്ടഡ് സ്പീച്ച്, അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് ആക്കണം. അതാണ് റൂള്. അപ്പൊ പാസ്റ്റിനെ കാണിക്കുന്നത്, പാസ്റ്റിൽ നമുക്ക് ഇനി പ്ലൂറൽ ആണോ, സിംഗുലർ, യു ആണോ, ദേ ആണോ, വി ആണോ, ഐ ആണോ, ഹി ആണോ, ഷീ ആണോ എന്നൊന്നും നോക്കണ്ട, എല്ലാവരുടെയും കൂടെ ഹാഡ് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താണ് പാസ്റ്റ്, ഇവിടെ എല്ലാം ഇവർ രണ്ടുപേരും പ്രസന്റിൽ തന്നെ കിടക്കും. പ്രസന്റ് പെർഫെക്റ്റ് കിടക്കുന്നതിന് പാസ്റ്റ് പെർഫെക്റ്റ് ആക്കണം. എപ്പോഴും റിപ്പോർട്ട് സ്പീച്ചിൽ നമ്മുടെ എന്ന് വെച്ചാൽ റിപ്പോർട്ട് ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ ഒരാളൊരു കാര്യം പറഞ്ഞു, ഈ കാര്യം ഇയാൾ ഇന്നായിരിക്കും ഞാൻ പറഞ്ഞത്, പക്ഷെ ഈ കാര്യം ഇയാൾ റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ വേറെ ഒരാളുടെ വേറൊരു ദിവസമായിരിക്കും പറയുന്നത്. അപ്പൊ ആ രീതിയിലായിരിക്കണം പറയേണ്ടത്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അതുകൊണ്ടാണ് അവിടെ ടെൻസ് മാറുന്നത്. someone has, സെയിൽസ്മാൻ എന്നും ഒരു ദിവസം എപ്പോഴോ ഒന്ന് പറഞ്ഞതാണ്, സെയിൽസ്മാന്റെ ഡയലോഗാണ് ഈ കിടക്കുന്നത്. അയാൾ പറയുമ്പോൾ അത് അപ്പോഴത്തെ കാര്യമാണ്. ഇത് കേട്ട് നിൽക്കുന്നത് ഞാൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊരു മൂന്നാമത്തെ കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോഴത്തേക്കും എന്താണ്, അവിടെ ടെൻസിൽ ചേഞ്ച് വരും. അയാൾ പറഞ്ഞപ്പോൾ അത് അപ്പോ ആയിരുന്നു, പ്രസന്റ് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷെ ഞാൻ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലപ്പം ദിവസങ്ങളും സമയങ്ങളും കഴിഞ്ഞു പോയിരിക്കും. അപ്പൊ അവിടെ എന്ത് വരും, ടെൻസിൽ കാലത്തിൽ ചേഞ്ച് വരും. അപ്പൊ അതുകൊണ്ടാണ് എന്ത്, ഈ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് പ്ലസ് V3 കിടക്കുന്നത് എന്താകുന്നത്, ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3 വന്നത്. ഇതാണ് നമ്മുടെ റൂൾ. ഓക്കെ, ദ സെയിൽസ്മാൻ സെഡ് ദാറ്റ് ദ നെക്ലസ് ഹാഡ് ബീൻ സ്റ്റോളൻ. ഓക്കെ, വാസ് വരത്തില്ല, വാസും പാസ്റ്റിനെ കാണിക്കുന്നുള്ളൂ. പക്ഷെ വാസ് ഇവിടെ വാസ് വരണമെങ്കിൽ ഇവിടെ ഈസ് ആയിരിക്കേണ്ടി വരും. ഈസ് ആയിരുന്നുവെങ്കിൽ ഇവിടെ വാസ് വന്നു. പക്ഷെ ഇവിടെ ഹാസ് സ്റ്റോളൻ വരുമ്പോഴത്തേക്കും ഹാസ് ഹാർഡായി മാറും, കൂടെ ഒരു ബീനും വരും, പിന്നെ V3 വരും. അതാണ് നമ്മുടെ റൂള്.
The salesman said that the necklace had been stolen. The teacher asked the children that, are you crazy? This can be reported. അപ്പൊ ആർ യു ക്രേസി എന്ന് പറഞ്ഞത് ടീച്ചർ ചോദിച്ചു. അത് ചോദ്യവുമായിരുന്നു കേട്ടോ, അത് ചോദ്യമാണ്. അപ്പൊ അതിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. The teacher asked the children if they are crazy. The children asked the children if crazy they are. The teacher asked the children if they were crazy. The teacher asked the children if crazy they were. അപ്പൊ എന്താണ്, രണ്ട് കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർ യു ക്രേസി ഇപ്പൊ ചോദിച്ചത് ടീച്ചർ ഏതോ ഒരു ഈ സമയത്ത് അല്ലെങ്കിൽ പ്രസന്റ് ചോദിച്ചത്, ടീച്ചർ ക്ലാസ്സിൽ കയറുന്നു അപ്പൊ തന്നെ ചോദിച്ചു നിങ്ങൾ ക്രേസി ആണോ, അവരോട് അപ്പൊ ചോദിച്ചതാണ്. അപ്പൊ ആറ് കാണുമ്പോ തന്നെ എന്താണ്, പ്രസന്റിലാണ് ആർ യു ക്രേസി. അപ്പൊ ക്വസ്റ്റ്യൻസിലെല്ലാം എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും വാട്ട് ഈസ് യുവർ നെയിം, ഈസ് കഴിഞ്ഞിട്ടാണ് അവിടെ യു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനുകളിൽ എപ്പോഴും ആദ്യം ഓക്സിലറി വരുന്നു, അതിനുശേഷമാണ് എന്ത് വരുന്നത്, സബ്ജക്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇത് കേട്ട് നിൽക്കുന്ന ഞാൻ ചോദിച്ച ചോദ്യമല്ലേ ഇത്, ടീച്ചർ അന്ന് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു എന്ന് പറയുമ്പോൾ അത് വീണ്ടും ഒരു ചോദ്യമല്ല, അതൊരു പ്രസ്താവനയായി മാറും. അപ്പൊ അവിടെ എന്താണ്, ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്ന് അത് ഒരു ഇതായി മാറും. അവിടെ ആസ്ക്ഡ് എന്ന് ഇവിടെ കൊടുത്താൽ മതി. ചോദ്യം ടീച്ചർ അന്ന് ചോദിച്ചു, എന്താണ് കുട്ടികളോട് ചോദിച്ചില്ല, നമ്മൾ എന്താണ് ഇഫ് ദേ വെയർ ക്രേസി, ആർ എന്തായി വെയറായി മാറും. ഓക്കെ, ഈസ് ആയിരുന്നെങ്കിൽ ഇവിടെ ആർ യു വന്നുകൊണ്ടാണ് അവിടെ. ഇപ്പൊ ഒരാളായിരുന്നെങ്കിൽ എന്താണ് ഈസ് ജോൺ ക്രേസി എന്ന്, ഒരാളായിരുന്നെങ്കിൽ ഈസ് വന്നേന്, യു വരുന്നോണ്ടാണ് അവിടെ ആർ വരുന്നത്, ആർ യു ക്രേസി എന്ന് വരും. അപ്പം അതവിടെ എന്താകും, വെയറായി മാറി. ഈസ് ആയിരുന്നെങ്കിൽ വാസ് ആയി മാറിയാണ്. പ്രസന്റ് കിടക്കുവാണ് നമ്മുടെ ഡയലോഗ്, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പാസ്റ്റിലോട്ടാക്കണം. ഹാസ് സ്റ്റോളൻ പ്രസന്റ് പെർഫെക്റ്റ്, ഹാഡ് ബീൻ സ്റ്റോളൻ. ഓക്കെ, എന്താണ് പാസ്റ്റ് പെർഫെക്റ്റിലോട്ടായി. അവിടെ ഒരു ബീന്റെയും കൂടെ പ്രസൻസ് വരുമെന്നേ ഉള്ളൂ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, പ്രസന്റ് ഇത് സിമ്പിൾ പാസ്റ്റ് പ്രസന്റ് കിടക്കുവാണ്, അത് സിമ്പിൾ പാസ്റ്റിലോട്ട് വന്നു. ടീച്ചർ പിന്നെ ആസ്ക് ആണ്, ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്, അത് ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ന് കാണിക്കാൻ ഇവിടെ ആസ്ക് കൊടുത്തത്, ചോദ്യം ആസ്ക് ചോദിച്ചു. ടീച്ചർ ആസ്ക്ഡ് ദ ചിൽഡ്രൻ ഇഫ് ദേ വെയർ ക്രേസി. ഇവിടെ വരുമ്പോഴത്തേക്കും എന്താണ്, ഇഫ് ദേ വെയർ ക്രേസി, ഇവിടെ നമ്മുടെ സബ്ജക്റ്റ് യു മാറി ദേ ആയി. നിങ്ങൾ ക്രേസി ആണെന്ന് ടീച്ചർ ചോദിച്ചു, ഇത് കേട്ട് നിൽക്കുന്ന നമ്മൾ എന്താ പറയാ, അവര് ക്രേസി ആയിരുന്നു എന്ന് ടീച്ചർ അവരോട് ചോദിച്ചു എന്നായി. അപ്പൊ അത് ഞാൻ ചോദിക്കുമല്ലോ, ടീച്ചർ ചോദിച്ചൊരു ചോദ്യം ഇതായിരുന്നു എന്ന് ഞാൻ പറയുക. ഓക്കെ, അപ്പൊ അവിടെ എന്താണ്, സമയം കഴിഞ്ഞു പോയി. അപ്പൊ അവിടെ പ്രസന്റ് പാസ്റ്റ് ആയി മാറും, ആറും ഈസും ഒക്കെ ഉള്ളത് വേറായിട്ട് മാറും. The park is somewhere near the old theatre. ഓക്കെ, ചൂസ് അപ്രോപ്രിയേറ്റ്. ഇപ്പം ഇത് ഏതൊരു ഉത്തരമാണ്, ആരോ പറഞ്ഞ ഒരു ഉത്തരമാണ്. അപ്പൊ ഈ ഉത്തരം പറയണമെന്ന് ചോദിച്ച ചോദ്യം എന്തായിരിക്കണം, ഏതാണ് അതിന്റെ കറക്റ്റ് ഫ്രെയിം എന്നുള്ളതാണ്. വേർ ദ പാർക്ക് ഈസ്, വേർ ഈസ് ദ പാർക്ക്, വേർ ഡസ് ദ പാർക്ക്, വേർ വാസ് ദ പാർക്ക്. അപ്പൊ എന്താണ്, ആ പാർക്ക് ഇവിടെ ദ പാർക്ക് ഈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈസ് വരുന്നത്, അപ്പം ഈ വാസ് ഒന്നും വരണ്ട, അല്ല ഡെസ് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ആക്ഷൻ എന്ത് ചെയ്യുവാണെന്നുള്ള രീതി. പാർക്ക് എന്തെങ്കിലും ചെയ്യുവോ, ഇല്ല, അത് അവിടെ സ്ഥിതി ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ അവിടെ വേർ ഈസ് ദ പാർക്കാണ് കറക്റ്റ്. ക്വസ്റ്റ്യൻസ് വരുമ്പോ എല്ലാം ഇത് നേരത്തെ വരണം, അതാണ് ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുമ്പോൾ ഒരു ഇത്. വാട്ട് ഈസ് യുവർ നെയിം, വാട്ട് യുവർ നെയിം ഈസ്, അത് മീനിങ് വൈസ് നമുക്ക് മനസ്സിലാവും, പക്ഷെ എന്നാലും കറക്റ്റ് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, വാട്ട് ഈസ് യുവർ നെയിം, വേർ ഈസ് ദ പാർക്ക്. അപ്പൊ എന്താണ്, വേർ ഈസ് ദ പാർക്ക് എന്നുള്ളതിന്റെ ഉത്തരമാണ് ദ പാർക്ക് ഈസ് സംവെയർ നിയർ ദ ഓൾഡ് തിയേറ്റർ. ഐ വാസ് ലുക്കിംഗ് ഫോർ ദിസ് മാൻ. ബിഗിൻ ദ സെന്റൻസ് വിത്ത് ഇറ്റ്, അങ്ങനെയും ചോദിക്കാം കേട്ടോ. സെറ്റ് ഇച്ചിരി കൂടെ കേട്ടറ്റിലും ഹാർഡ് ലെവലാണ്, അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പൊ ഇവിടെ എങ്ങും ഒരു ഇറ്റിന്റെ പ്രസൻസ് ഇല്ല, പക്ഷെ നമുക്ക് ഇറ്റ് തുടങ്ങണം. ഐ വാസ് ലുക്കിംഗ് ഫോർ ദിസ് മാൻ, ഇറ്റ് വാസ് ഐ ദാറ്റ് വാസ് ലുക്കിംഗ്. അപ്പൊ ദാറ്റ് എന്ന് പറയുന്നത് കൂടുതലും വസ്തുക്കളെ, ടേബിള്, കാർ, അതിനെയൊക്കെയോ. അപ്പൊ ദാറ്റ് വരുമ്പോ ഹൂ ആയിരുന്നു അവിടെ വരുന്നത്, അവിടെ ഹൂ വന്നിരുന്നേ എ ഓക്കെ ആയിരുന്നു. ഇറ്റ് വാസ് ഐ ഹൂ വാസ് ലുക്കിംഗ് ഫോർ ദിസ് മാൻ. അപ്പൊ അവിടെ ഹൂ വരാഞ്ഞുകൊണ്ട് എ നമ്മുടെ റോങ് ആൻസർ ആയി. ഇറ്റ് വാസ് ദിസ് മാൻ ഹൂ വാസ് ലുക്കിംഗ് ഫോർ മീ, അല്ല അപ്പം ഇതേ മാറിപ്പോയി, അയാൾ എന്നെ നോക്കുമായിരുന്നു എന്നുള്ളത്. ഇപ്പൊ എന്താ, ഐ വാസ്, ഞാൻ ആരെയോ നോക്കുമായിരുന്നു. അപ്പൊ ബി വരുമ്പോഴത്തേക്ക് മീനിങ്ങേ മാറിപ്പോയി, ആരോ എന്നെ എന്നെ സെർച്ച് ചെയ്യുക, എന്നെ നോക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ. ഇറ്റ് വാസ് ഐ ഹൂം ദിസ് മാൻ വാസ് ലുക്കിംഗ് ഫോർ. ഇതിലും സിയിലും എന്താണ്, എന്നെ ആയിരുന്നു, ആരെ ആയിരുന്നു ഈ വ്യക്തി നോക്കിക്കൊണ്ടിരുന്നത്, എന്നെ ആയിരുന്നു ഈ വ്യക്തി നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ള മീനിങ്. അപ്പോഴും എന്താ, മീനിങ് തെറ്റിപ്പോയി. ബി ആണ് കറക്റ്റ്. ഇറ്റ് വാസ് ദിസ് മാൻ ഹു ഐ വാസ് ലുക്കിംഗ് ഫോർ, ഈ മനുഷ്യനായിരുന്നു എന്ത്, ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ബി ആണ് എന്റെ
കറക്റ്റ് മീനിങ് ആയിട്ട് വരുന്നത്. ബിയും സിയും മീനിങ് തെറ്റിപ്പോയി, നോക്കുന്ന ആളുടെ ആ ഒരു മീനിങ് തെറ്റിപ്പോയി. ഫസ്റ്റ് വന്നിട്ട് ഒറ്റ കുഴപ്പമുള്ളൂ, ഹൂ വന്നിരുന്നെങ്കിൽ അത് പിന്നെ ഓക്കെ ആയേനെ. അവിടെ ദാറ്റ് വന്നു. ദാറ്റ് വരുമ്പോൾ കൂടുതലും വസ്തുക്കൾ അങ്ങനെയൊക്കെ കൂടുതലും വരാറുള്ളൂ. റെയർ കേസ് എക്സെപ്ഷൻസ് ഉണ്ട്. അവിടെ ദാറ്റ് വന്നാൽ നമ്മളത് എലിമിനേറ്റ് ചെയ്തു. ഡി ആണ് കറക്റ്റ്. ടു ദിസ് മാൻ ഹു ഐ വാസ് ലുക്കിംഗ് ഫോർ. They raised the building. They raised the building. അപ്പൊ റേസ്ഡ് വരുമ്പോൾ തന്നെ എന്താണ്, പാസ്റ്റ് ആണ്, സിമ്പിൾ പാസ്റ്റ് കിടക്കുന്നു. ഓക്കെ, അവർ ബിൽഡിംഗ് റേസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അവർ റേസ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ, ഇതെന്താണ് വന്നിരിക്കുന്നത്, ഇത് സംഭവം പാസീവ് വോയിസ് ആണ്. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, റിപ്പോർട്ട് സ്പീച്ചിൽ നിന്നുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, റിപ്പോർട്ട് സ്പീച്ചിൽ ടെൻസ് മാറ്റണം, തന്നിരിക്കുന്ന ക്വസ്റ്റിന്റെ ടെൻസ് മാറ്റണം, അതിന് സർട്ടൺ റൂൾസ് ഉണ്ട്, അതനുസരിച്ച് മാറ്റണം. പക്ഷേ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിൽ എന്താന്ന് വെച്ചാൽ ടെൻസ് മാറ്റരുത്. അപ്പൊ ഈ രണ്ട് കേസിലും തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഏത് ടെൻസിലാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ആണ് സംഭവമെങ്കിൽ അവിടെ ടെൻസ് മാറ്റരുത്. ഒന്ന് കറക്കി പറയുവാണ് നമ്മൾ സെയിം കാര്യം തന്നെ. അപ്പൊ അതിന്റെ ടെൻസ് നമ്മൾ മാറ്റിക്കൂടാ. ഓക്കെ, ഇത് റിപ്പോർട്ട് ചെയ്യുമല്ല, നമ്മൾ ആ സെന്റൻസിനെ വേറൊരു രീതിയിൽ പറയും. അപ്പൊ അവിടെ ടെൻസ് മാറ്റിക്കൂടാ. They raised the building. The building was raised by them. മറ്റേ രാം കിൽഡ് രാവണ എന്ന് പറയുമ്പോൾ രാവണ വാസ് കിൽഡ് ബൈ രാമ. അതാണ് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസിന്റെ നമ്മൾ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിൾ. അപ്പൊ ഇവിടെ ദേ റേസ് ദ ബിൽഡിംഗ് വാസ് റേസ്ഡ് ബൈ ദം. അത് കഴിഞ്ഞ പാസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ അവിടെ വാസ് യൂസ് ചെയ്യും. ദ ബിൽഡിംഗ് അവരാൽ റേസ് ചെയ്യപ്പെട്ടു. ദ ബിൽഡിംഗ് റേസ് ഡൗൺ ദം ബൈ ദം. അവിടെ അത് കറക്റ്റ് ആണ്, അവിടെ വാസ് വരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ അതവിടെ വരാത്തതുകൊണ്ട് തന്നെ അവിടെ ഓക്സിലറി വെർബ് വരണം പാസീവിലോട്ട് ചേഞ്ച് വരുമ്പോൾ. അതവിടെ വരാത്തതുകൊണ്ട് ബി റോങ് ആണ്. ദ ബിൽഡിംഗ് ഹാവ് ബീൻ റേസ് ഡൗൺ ബൈ ദം. അതിന്റെ ആവശ്യമില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഹാവിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം എന്താണ്, ഹാവ് ബീൻ വന്നാൽ മതി. ഓക്കെ, ഇവിടെ വന്നിട്ടില്ല, ക്വസ്റ്റ്യനിൽ എങ്ങും ഹാവ് ഇല്ല, അപ്പൊ അതിന്റെ ആവശ്യം സിയിലില്ല. പിന്നെ എന്താ, ബിൽഡിംഗ് റേസ് ഡൗൺ ദം, അത് മീനിങ്ങേ മാറിപ്പോയി. അപ്പൊ അതും റോങ് ആണ്. എ ആണ് കറക്റ്റ് ആൻസർ. ഇങ്ങനെ പാസ്റ്റ് കിടക്കുന്നതാണെങ്കിൽ എന്താണ്, അവിടെ വാസിന്റെയോ വേറെ, ബിൽഡിംഗ് എന്ന് പറയുന്ന ഒറ്റ ബിൽഡിംഗ് ആണ്, അതുകൊണ്ട് വാസ് വന്നു. ബിൽഡിങ്സ് ആയിരുന്നെങ്കിൽ അവിടെ വേറെ വന്നേനെ. ഓക്കെ, ദ ബിൽഡിംഗ് വാസ് റേസ് ഡൗൺ ബൈ ദം. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ആണ്. ഷീ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇതൊരു എന്താ ഇഡിയമാണ്. ഇത് നമ്മുടെ പഴഞ്ചൊല്ല് പോലെ ഇന്നൊരു ഇന്നർ മീനിങ് ഉണ്ട്. അപ്പൊ അതെന്താണ്, റിവീൽ എ സീക്രട്ട്. ലെറ്റിംഗ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ എന്താണ്, ബാഗ് പുറത്ത് ചാടി എന്ന് വെച്ചാൽ ഒരു സീക്രട്ട് പുറത്തായി, റിവീലിംഗ് എ സീക്രട്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്ക. കുറെ ഉണ്ട് ഇഡിയംസ്. ലെറ്റിംഗ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചില്ലെങ്കിൽ, കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് വെച്ചാൽ റിവീലിംഗ് എ സീക്രട്ട്, സീക്രട്ട് പുറത്താകുക, അതാണ് കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് വേർഡ് അമിക്കബിൾ, AMICABLE. അമിക്കബിളിന്റെ മീനിങ് ഫ്രണ്ട്ലി ആയിരിക്കുക, പീസ്ഫുൾ, അങ്ങനെയാണ്. അതിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് AMICABLE ആണ്, അമിക്കബിൾ. ഇത് കറക്റ്റ് സ്പെല്ലിംഗ് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ജസ്റ്റ് ആഡ് ചെയ്തേ ഉള്ളൂ. നല്ലൊരു കോൺഫ്ലിക്റ്റ് ഒന്നും വേണ്ട, സമാധാനപരമായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെയാണ് നമ്മൾ അമിക്കബിൾ എന്ന് പറയുന്നത്. ദ ഷർട്ട് ഈസ് വെരി ലൂസ്, ഐ കനോട്ട് വെയർ ഇറ്റ്. ഓക്കെ, രണ്ട് സെന്റൻസ് ഇതിനെ നമ്മൾ കമ്പൈൻ ചെയ്യണം കൺജങ്ഷൻ ഉപയോഗിച്ച്, അല്ലെ. ദ ഷർട്ട് ഈസ് ലൂസ് സോ ദാറ്റ് ഐ കനോട്ട് വെയർ ഇറ്റ്. ഓക്കെ, മീനിങ് ഒക്കെ ഓക്കെ ആണ്, പക്ഷെ എന്താണ്, വളരെ അങ്ങ് നീണ്ടുപോയി, അല്ലെ. ദ ഷർട്ട് ഈസ് സോ ലൂസ് ടു വെയർ ഇറ്റ്, അതൊന്നും അത്ര പ്രോപ്പർ അല്ല. ദ ഷർട്ട് ഈസ് ടു ലൂസ് ഫോർ മീ ടു വെയർ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദ ഷർട്ട് ഈസ് ടു ലൂസ് ഫോർ മീ നോട്ട് ടു വെയർ. അവിടെ മീനിങ് തെറ്റിപ്പോയി. എന്റെ ഉദ്ദേശം വെയർ ചെയ്യണമെന്ന്, അപ്പം അതെനിക്ക് ധരിക്കാൻ പറ്റുന്നില്ല, വളരെ ലൂസാണ്. അതാണ് ഷർട്ട് ഭയങ്കര ലൂസാണ്, അതെനിക്ക് ധരിക്കാൻ വയ്യ. ഇതിന് നമ്മൾ ഒന്നിപ്പിക്കുമ്പോൾ എന്താണ്, ദ ഷർട്ട് ഈസ് ടു ലൂസ്. ഓക്കെ, ലൂസിന്റെ കൂടെ തന്നെ വളരെ ലൂസാണ്, ടു ലൂസ് ഫോർ മീ ടു വെയർ. അവിടെ സോയിനെക്കാട്ടിലും ടു ആണ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്ന ഒരു വാക്കെന്ന് പറയുന്നത്. ദ ഷർട്ട് ഈസ് ലൂസ് സോ ദാറ്റ് ലൂസ് ആണ്, അതുകൊണ്ട് എനിക്ക് ധരിക്കാൻ വയ്യ. അത് ഓക്കെ ആണ്, പക്ഷെ അത് അങ്ങനെ റീസൺ ആയിട്ട് പറയുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയുന്ന ഒരു കോമ്പിനേഷൻ എന്താണ്, ദ ഷർട്ട് ഈസ് ടു ലൂസ് ഫോർ മീ ടു വെയർ. ഓക്കെ, ഈ ഷർട്ട് വളരെ ലൂസ്, എനിക്ക് ധരിക്കാൻ ഇത് വളരെ ലൂസാണ്. അപ്പൊ ഇത് രണ്ടും, ഈ വാക്ക് രണ്ടും യോജിച്ചിട്ടുമുണ്ട്. ശ്രുതി ഹാസ് ബീൻ വാക്കിംഗ് ഇൻ ദി സ്കൂൾ -2 years. അപ്പം
ഫോറും സിൻസിന്റെ ഒരു ഇതാണ് പറയുന്നത്. ഒരു പീരീഡ് കാണിക്കാനാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഇവിടെ ഒരു വർഷം 1965 എന്നായിരുന്നെങ്കിൽ അവിടെ സിൻസ് വന്നേനെ. അപ്പൊ അത് വരാത്തതുകൊണ്ട് എന്താണ്, ഒരു 2 years 3 years 3 weeks ഒരു പീരീഡ് ഡ്യൂറേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും, ഫോർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ശ്രുതി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദി സ്കൂൾ ഫോർ 2 years, ഫോർ 2 years, ഫോർ 3 weeks, ഫോർ 5 minutes എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡ്യൂറേഷനാണ് കാണിക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പം 2004 ആയിരുന്നെങ്കിൽ സിൻസ് 2004 അന്ന് തൊട്ട് എന്നുള്ള രീതിയിൽ വന്നേ. ഐ നീഡ് ഡാഷ് അവർ ടു ഡു ദിസ് വർക്ക്. ഓക്കെ, അവിടെ ഡു വരാമെന്ന് ഞാൻ തോന്നുന്നു. അപ്പോൾ എന്താ, ഐ നീഡ് ഡാഷ് അവർ ടു ഡു ദിസ് വർക്ക്. അപ്പൊ എന്താണ്, ആൻ അവർ, അവർ, ഓണസ്റ്റ്, ഓണർ എന്നൊക്കെ പറയുമ്പോൾ എച്ച് അവിടെ സൈലന്റ്, അതുകൊണ്ട് തന്നെ നമ്മൾ ആൻ ഉപയോഗിക്കും. പറഞ്ഞ കൺസണന്റ് സൗണ്ട്സിൽ ബിഗിൻ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ എ ആർട്ടിക്കിൾ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്, ഒന്ന്, ഒരു എന്നൊക്കെ കാണിക്കാൻ വേണ്ടി. പക്ഷെ വവൽ സൗണ്ടുകൾ, ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ അവർ, അതുപോലെ തന്നെ ആപ്പിൾ ഒക്കെ ആണെങ്കിൽ ആൻ ആപ്പിൾ, ആൻ അവർ, ഓക്കെ, ആൻ അംബ്രല്ല. പക്ഷെ ചേഞ്ച് ഉണ്ട്. ഇപ്പൊ ഫോർ യൂണിയൻ, യൂണിയൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, അവിടെ യു വന്നാൽ നമ്മൾ യാ സൗണ്ട് ഒരിക്കലും എന്തല്ല, യാ സൗണ്ട് എന്ന് പറയുന്നത് ഒരു കൺസണന്റ് സൗണ്ട്, അത് വവ്വലല്ല. എഴുതുമ്പോൾ നമ്മൾ യു കൊണ്ട് എഴുതിയാലും പറയുമ്പോൾ യാ എന്ന. ഇപ്പൊ അംബ്രല്ലയ്ക്ക് ഈ അംബ്രല്ല എന്നല്ല, നമ്മൾ അംബ്രല്ല എന്നല്ല, ആ എന്ന് പറയുന്ന സൗണ്ട് ഓക്കെ ആണ്, അതൊന്നും നമുക്ക് അവിടെ ആൻ ഉപയോഗിക്കും. ഇവിടെ അവർ ആ സൗണ്ട് ആണ്, കുഴപ്പമില്ല. അപ്പൊ അവിടെ നമുക്ക് ആപ്പിൾ ആ സൗണ്ട്, അവിടെ നമുക്ക് ആൻ ഉപയോഗിക്കാം. പക്ഷെ അല്ലാത്ത സൗണ്ടുകൾ കൺസേൺ, ഇപ്പം ബാറ്റ്, ബോൾ, അതിനൊക്കെ മുന്നേ നമുക്ക് ഏതന്നെ ഉപയോഗിക്കാം. അതുപോലെയാണ് യൂണിയൻ, യൂക്കാലിപ്റ്റസ്, ഇതിനൊക്കെ ഇയും യുവും ഒക്കെ വെച്ചാൽ തുടങ്ങുന്നതെങ്കിലും ഉച്ചരിക്കുമ്പോൾ യാ എന്ന സൗണ്ടാണ് വരുന്നത്. അപ്പൊ ഈ യാക്കിന്റെ യാ, ഓക്കെ, ആ യാ വരുന്നതുകൊണ്ട് എന്താണ്, അത് കൺസണന്റ് സൗണ്ടായി പോകുന്നത് കൊണ്ടും അതിനു മുന്നേ നമ്മൾ എ യൂണിയൻ, എ യൂക്കാലിപ്റ്റസ് എന്നൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അവറിന്റെ കൂടെ, ഓണസ്റ്റിയുടെ കൂടെ, ഓണറിന്റെ കൂടെയൊക്കെ ആൻ ആണ് വരുന്നത്. എച്ച് സൈലന്റ്, പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ആ ഓ സൗണ്ട് ഒക്കെ വരത്തുള്ളൂ. അതുകൊണ്ട് ഓണസ്റ്റി ഇസ് ദ ബെസ്റ്റ് പോളിസി. അപ്പൊ അവിടെ ഓണസ്റ്റി ഹാ നമ്മൾ ഉച്ചരിക്കത്തില്ല. ഓക്കെ, ലിസണിങ് ആൻഡ് റീഡിങ് ആർ റിഗാർഡഡ് ആസ് എന്താണ്, ഇന്റഗ്രേറ്റിംഗ് സ്കിൽസ് ആണോ, പ്രൊട്ടക്റ്റീവ് സ്കിൽസ് ആണോ, റിസപ്റ്റീവ് സ്കിൽസ് ആണോ, എന്താണ് എക്സ്പ്ലനേറ്ററി സ്കിൽസ് ആണോ, എന്ത് ടൈപ്പ് ഓഫ് സ്കിൽസ് ആണ്, റിസപ്റ്റീവ് സ്കിൽസ് ആണ്. അപ്പം എന്താണ്, നമ്മൾ സെറ്റ് എക്സാമിന് ഇംഗ്ലീഷിന്റെ കേസിൽ ഇതും ചോദിക്കാം. കാരണം നമ്മൾ ഡിഗ്രി PG കംപ്ലീറ്റ് ചെയ്ത് ഇത് വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഡിഗ്രി ബേസിക്സിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ചോദിക്കാം. ഓക്കെ, നമുക്ക് 4 ലാംഗ്വേജ് സ്കില്ലുകളാണുള്ളത്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. LSRW എന്ന് പറയുന്ന 4 ഈ ഒരു ഓർഡറിലാണ് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നത്, LSRW. അപ്പൊ അതിൽ 2 റിസപ്റ്റീവ് സ്കില്ലുകളാണ്, ലിസണിങ്ങും റീഡിങ്. നമ്മൾ ഇപ്പം ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്ന് കേൾക്കുവാണ്, നമ്മൾ അത് റിസീവ് ചെയ്യുവാണ്. അപ്പൊ അത് ലിസണിങ് എന്ന് പറയുന്നത് റിസപ്റ്റീവ് ആണ്. റീഡിങ്, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമ്മളവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, ഇതിലുള്ളത് നമ്മൾ എടുക്കുവാണ്, ഇങ്ങോട്ട് റിസീവ് ചെയ്യണം. അപ്പൊ അത് റിസപ്റ്റീവ് സ്കില്ലാണ്. അവിടെ വലിയ ആക്ഷൻ ഒന്നും നടക്കാത്തതുകൊണ്ട് തന്നെ അതെന്താണ്, അത് 2 ലിസണിങ്ങും റീഡിങ്ങും പാസീവ് സ്കില്ലുകളാണ്. വലിയ അനക്കവും ഒന്നും നടക്കുന്നില്ല, ആക്ടിവിറ്റികളൊന്നും നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് പാസീവ് സ്കിൽ അഥവാ റിസപ്റ്റീവ് സ്കിൽ എന്ന് അറിയപ്പെടുന്ന 2 സ്കില്ലുകളാണ് ലിസണിങ്ങും റീഡിങ്ങും. സ്പീക്കിംഗ് റൈറ്റിംഗ്, ഇപ്പൊ നമ്മൾ സ്പീക്ക് ചെയ്യുമ്പോൾ നമ്മൾ കൈകാലുകൾ അനക്കുന്നുണ്ട്, നമ്മുടെ എനർജി അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ എന്തൊക്കെയോ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നമ്മളാണ് അവിടെ ഒരു വാക്ക് നമ്മൾ ഉച്ചരിച്ച് പുറത്തു വരുമ്പോൾ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ എന്താണ്, സ്പീക്കിംഗ്, അതുപോലെ റൈറ്റിംഗ്. എഴുതുമ്പോഴും എന്താ, നമ്മൾ കൈ അനക്കി നമ്മൾ എഴുതുന്നുണ്ട്, അവിടെ ഒരു എന്തൊക്കെയോ ഉണ്ടാവുന്നുണ്ട്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. അതുകൊണ്ട് സ്പീക്കിംഗും റൈറ്റിംഗും പ്രൊഡക്റ്റീവ് സ്കില്ലുകളും, ലിസണിങ്ങും റീഡിങ്ങും എന്താണ്, റിസപ്റ്റീവ് സ്കില്ലുകളുമാണ്. ഇത് പഠിച്ചു വെച്ച് സിമ്പിൾ ആയിട്ട് സ്കോർ ചെയ്യാം. 4 സ്കില്ലുകളാണുള്ളത്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. ഈ ഓർഡറിലാണ് ലാംഗ്വേജ് അക്വിസിഷൻ നടക്കുന്നത്. അതിൽ ലിസണിങ്ങും റീഡിങ്ങും ആണ് എന്ത്, പാസീവ് സ്കില്ലും അഥവാ റിസപ്റ്റീവ് സ്കിൽ എന്ന് പറയുന്നത്. സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണ് എന്ത്, ആക്റ്റീവ് സ്കില്ല്, പ്രൊഡക്റ്റീവ് സ്കില്ല്, എക്സ്പ്രസീവ് സ്കില്ല് എന്നൊക്കെ. നമ്മൾ എന്തൊക്കെയോ പ്രൊഡ്യൂസ്, നമ്മൾ വാക്കുകൾ ഉച്ചരിക്കുന്നു, വാക്കുകൾ എഴുതി വെക്കുന്നു. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നേ ഉള്ളൂ ഐഡിയാസ്, നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ലിസണിങ് റീഡിങ്ങും എന്താണ്, റിസപ്റ്റീവ് സ്കില്ലുകളാണ്. പിന്നെ നമ്മുടെ കൺസ്ട്രക്റ്റിവിസം എന്ത് ഡിമാൻഡ് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ ഓഫ് ഇത്
എന്താ പറയാ സൈക്കോളജിയിൽ പ്ലസ് ഇംഗ്ലീഷ് വരുന്നത് കൊണ്ട് ബി എഡിന്റെ ഇതായിട്ട് വരുന്നതാണ് എന്ത് കൺസ്ട്രക്റ്റിവിസം. എന്തിന്റെ ഇത് വരുന്നു? കൺസ്ട്രക്റ്റിവിസം എന്താണ്? സ്റ്റുഡൻസ് തന്നെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു, അവരുടെ എക്സ്പീരിയൻസ് അവർ നമ്മൾ ഡിബേറ്റിൽ പങ്കെടുപ്പിക്കുന്നു, അവരെ പലതും ചെയ്യിപ്പിക്കുന്നു, അവർ തന്നെ അവസാനം ഒരു കൺക്ലൂഷനിൽ എത്തുന്നു, അവർ തന്നെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ പ്രൊപ്പണൻസ് ആരാണ്? പിയാഷയും ബ്രൂണറുമാണ് കൊഗ്നിറ്റീവ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു ഇൻഡിവിജ്വൽ തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു, കുട്ടി തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു എന്ന് പറയും. വൈഗോട്സ്കിയുടെ കേസിൽ എന്താണ്? കുട്ടി തന്നെ കൺസ്ട്രക്ട് ചെയ്യുന്നു, പക്ഷെ എന്ത് വേണം? കൾച്ചറിന്റെയും ഒരു ഗ്രൂപ്പിന്റെ, നമ്മുടെ സൊസൈറ്റിയുടെയും സഹായത്തോടെ കുട്ടിക്ക് നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നു എന്നാണ് വൈഗോട്സ്കി പറഞ്ഞത്. അപ്പൊ ഇവര് 3 പേരും കൺസ്ട്രക്റ്റിവിസത്തിന്റെ പീനിയേഴ്സ് ആണ്. കൺസ്ട്രക്റ്റിവിസത്തിന്റെ എന്താണ് പറഞ്ഞിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണ്. 2 പേരും പിയാഷയും ബ്രൂണറും കൊഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രൊപ്പനൻസ് ആണെങ്കിൽ വൈഗോട്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിന്റെ പ്രൊപ്പനൻസ് ആണ്. ഹലോ, ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. നമ്മൾ നോളജ്, കുട്ടികൾ തന്നെ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് പോകുന്നത് കൺസ്ട്രക്റ്റിവിസം ആണ്. നേരത്തെ പണ്ട് ഫോളോ ചെയ്യുന്നത് ബിഹേവിയറിസം ആയിരുന്നു. ടീച്ചർ പറയുന്നു, കുട്ടി അത് ചെയ്തുകൊണ്ടേ ഇരുന്ന് അത് കുട്ടിയുടെ ബിഹേവിയർ ആകുന്നു. ലേണിംഗ് ഒരു ബിഹേവിയർ ആക്കി മാറ്റുന്നതാണ് ബിഹേവിയറിസം. കൊഗ്നിറ്റീവിസം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഇൻറ്റ്യൂഷൻ വെച്ചൊക്കെ ലേൺ ചെയ്യുന്നു. കൺസ്ട്രക്റ്റിവിസം എന്താണ്? ഒരു കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നു നോളജിന്. LPD in language impairment refers to language difficulty എന്നും ഉള്ള ഒരു ഡിഫിക്കൽട്ടിയാണ് ലാംഗ്വേജിലുള്ള ഇമ്പയർമെന്റ്, ഒരു ഡിഫിക്കൽട്ടിയാണ് LPD എന്ന് പറയുന്നത്. ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ ആണ് LPDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. മേ ബി ചോദിച്ചേക്കാം കേട്ടോ. അല്ലാതെ നമുക്കൊരു ലാഡ് ഉണ്ടല്ലോ, ലാഡിന്റെ ഫുൾ ഫോം എന്താ? ലാഡ് അത് ലാംഗ്വേജിന്റെ അകത്തും വരും, പ്ലസ് ബി എഡിന്റെയും ഒരു പോർഷനാണ്. ലാഡിന്റെ ഫുൾ ഫോം ടൈപ്പ് ചെയ്തു മതി. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. വെരി ഗുഡ്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ആണ് ചോംസ്കി കൊണ്ടുവന്നിട്ടുള്ള ലാഡ് എന്ന് പറയുന്നത്. ഇതൊരു ലാംഗ്വേജ് ഡിസോർഡർ ആണ്. LPD എന്ന് പറയുന്നത് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ. ഓക്കെ. ഇവിടെ എന്താണ്? കുട്ടിക്ക് ലാംഗ്വേജ് സ്പീക്കിങ്ങിലും റൈറ്റിങ്ങിലും ലാംഗ്വേജ് മനസ്സിലാക്കാനും എല്ലാ രീതിയിലും ലാംഗ്വേജ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ലേണിംഗ് ഡിസോർഡർ ആണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡർ എന്ന് പറയും. LPD എന്ന് ഷോർട്ട് ഫോമിൽ പറയാം. ഓക്കെ. ലേണിംഗ് ഡിസബിലിറ്റീസ് ജസ്റ്റ് നമുക്ക് നോക്കിപ്പോവാം. പറഞ്ഞ പോലെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ അത്യാവശ്യം നമ്മൾ സൈക്കോളജിയുടെ അകത്ത് വരുന്നതാണ്. പ്ലസ് ഇംഗ്ലീഷ് ബി എഡിലും വരുന്നതാണ്. അപ്പൊ സെറ്റില് ചോദിക്കാം. അപ്പൊ എന്താണ് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നൊക്കെ? ഡിസ്ലെക്സിയ, ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്. ഡിസ്ഗ്രാഫിയ, ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്. ഡിസ്കാൽക്കുലിയ, കാൽക്കുലേഷനിലുള്ള ഡിഫിക്കൽട്ടി. ഡിസ്പ്രാക്സിയ, മോട്ടോർ കോർഡിനേഷനിലുള്ള ഡിഫിക്കൽട്ടി. അഫാസിയ അല്ലെങ്കിൽ ഡിസ്ഫാസിയ, ഇത് രണ്ടും ഒന്നാണ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഇപ്പൊ കുറച്ചും കൂടെ ലാംഗ്വേജുമായിട്ട് ഡീൽ ചെയ്ത് വരും. കമ്മ്യൂണിക്കേഷൻ വരുന്ന ഡിഫിക്കൽട്ടി അഫാസി അല്ലെങ്കിൽ ഡിസ്ഫാസി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്താണ് ലാംഗ്വേജ് പ്രോസസ്സിംഗ് ഡിസോർഡറിന്റെ ഒരു ഭാഗം പോലെ വരുന്നതാണ്. ഓക്കെ. പിന്നെ സോഷ്യൽ ഡിസബിലിറ്റീസ് ഉണ്ട്. എന്താണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ഇത് ലേണിംഗ് ഡിസബിലിറ്റി അല്ല, കുട്ടി പഠിക്കുകയൊക്കെ ചെയ്യായിരിക്കും, പക്ഷെ എന്നാലും എന്താണ് ക്ലാസ്സിൽ അടങ്ങിയിരിക്കാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നു. നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഓട്ടിസം. ഇന്ററാക്ഷന് ഡിഫിക്കൽട്ടി വരും. സോ ഒരു ഗ്രൂപ്പ് ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ കുറെ കുട്ടികളുണ്ട്, ടീച്ചേഴ്സ് എല്ലാം, അതിലോട്ട് ചെന്ന് പെടാൻ വരുന്ന ബുദ്ധിമുട്ട്. ഓക്കെ. ഇത് രണ്ടും സോഷ്യൽ ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസോർഡേഴ്സ് ആണ്. ഇനി ഒരു മൊഡ്യൂൾ എന്താണ്? ഇത് അഗെയിൻ ഇംഗ്ലീഷിന്റെ ബിഎഡിന്റെ അകത്ത് വരുന്ന ഒരു ഏരിയ ആണ്. സെറ്റിൽ ഇത് ചോദിച്ചേക്കാം. നമ്മുടെ പ്രോഗ്രാം ലേണിംഗ് ആ ഒരു ഏരിയയിൽ വരുന്നതാണ്. മൊഡ്യൂൾ എന്താണ്? വൺ ഓഫ് ദ സെപ്പറേറ്റ് പാർട്സ് ഓഫ് എ കോഴ്സ് ഓഫ് സ്റ്റഡി. അത് ജസ്റ്റ് ഇത് വെച്ച് നോക്കിയാൽ പഠിച്ചു വെച്ചാൽ മതി. മൊഡ്യൂൾ എന്താണ്? വൺ ഓഫ് ദ സെപ്പറേറ്റ് പാർട്സ് ഓഫ് എ കോഴ്സ് ഓഫ് സ്റ്റഡി. ഒരു കോഴ്സ് നമ്മൾ ഓരോ മൊഡ്യൂൾ എന്ന് പറയത്തില്ലേ, ഒരു ഫുൾ കോഴ്സിന്റെ എന്താണ് ഒരു ഭാഗമാണ് ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഓരോ മൊഡ്യൂളും ഒരു ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് പോവുക. ഓക്കെ. ഒരു കുഞ്ഞു കുഞ്ഞു ചങ്ക്സ് ആയിട്ട് ലേൺ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ പ്രോഗ്രാംഡ് ലേണിംഗ്, ബ്രാഞ്ച് ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. അതിന്റെ അകത്ത് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളൊരു പ്രാക്ടിക്കൽ ഇതിൽ പറയുമ്പോൾ ഓരോ മൊഡ്യൂൾ 1 കുറച്ച് ഗ്രൂപ്പ്. ഓക്കെ. അതൊരു നമ്മളൊരു കോഴ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സെമസ്റ്ററിന്റെ അകത്ത് വരുന്ന ഒരു
ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ അകത്ത് വരുന്ന കുറെ മൊഡ്യൂളുകളുടെ ഇടയിൽ ഒരു മൊഡ്യൂൾ, ആ ഒരു ഡിവിഷനെയാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്താണ് ആ ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യുക, അത് പഠിക്കുക. അപ്പൊ ലേണിംഗ് കുറച്ചുകൂടി ഈസി ആവും, കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആവും. മൊഡ്യൂൾ എന്താണ് പാർട്ട് ഓഫ് എ കോഴ്സ് ഓഫ് സ്റ്റഡി. പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻസിന്റെ കാര്യമാണ്. എന്താണ് 2 തരം പ്രോഗ്രാമിംഗ്, ലീനിയർ പ്രോഗ്രാമിങ്ങും ബ്രാഞ്ചിങ് പ്രോഗ്രാമിങ്ങും ഉണ്ട്. മേ ബി ഇതിൽ നിന്നൊക്കെ ചോദിച്ചത്, അതായത് BEd പോർഷൻ ആയിട്ട് വരുന്നതാണ്, ഇംഗ്ലീഷ് BEdന്റെ അകത്ത് വരുന്നതാണ്. അപ്പൊ സെറ്റിന്റെ ജനറൽ പേപ്പറിൽ ചോദിച്ചു കൂടാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓക്കെ, എന്താ ഇൻഡിവിജ്വലൈസ് സിസ്റ്റമാറ്റിക്, ഒരു പ്രോഗ്രാമിന്റെ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൂടുതൽ എപ്പോഴാണ് വർക്ക്ഔട്ട് ആണ് നമ്മളിപ്പോ വീട്ടിൽ അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഒരു ഗ്രൂപ്പിലല്ല എന്നുള്ള രീതിയിൽ ഒക്കെ പഠിക്കുമ്പോഴാണ് കൂടുതൽ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും, നമ്മുടെ കംഫർട്ടിൽ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. അവിടെ ടീച്ചർ എന്താണ് ഒരു കുഞ്ഞു പോർഷൻ ഒക്കെ ആയിരിക്കും തരുന്നത്, വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ലേണിംഗ്. ഒരു വലിയ ഭാഗത്തിന് ഭയങ്കരമായിട്ട് പഠിക്കാതെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് കൊടുത്ത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി. സിംപ്ലിഫൈഡ് ഫോം ഓഫ് കൺസെപ്റ്റ് അവരുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിരിക്കും എന്ത് ഒരു പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷൻസിന്റെ അകത്ത് കാണുന്നത്. ഈ ചങ്ക് ഓഫ് ലേണിംഗ് എന്ന് വെച്ചാൽ അതിന് ലേണിങ്ങിനെ വളരെ കുഞ്ഞായിട്ട് സിംപ്ലിഫൈ ചെയ്ത് കട്ട് ചെയ്ത് പഠിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അവിടെ എന്താണ്, അവിടെ ഓരോ പേജുകളിൽ നമ്മൾ എന്താ ഫ്രെയിംസ് എന്ന് പറയും. പിന്നെ അത് സെൽഫ് പേസിംഗ് ആണ്. നമുക്ക് ഇത് ടീച്ചർ തന്നു വിടുവാണ്, ഇത്രയേ ഉള്ളൂ പഠിച്ചാൽ മതി. വളരെ നമുക്ക് മനസ്സിലാവുന്ന പോലെ ആയിരിക്കും, ഒറ്റയ്ക്ക് ഇരുന്നായിരിക്കും കുട്ടി പഠിക്കുന്നതെങ്കിൽ പോലും. ഇപ്പം ഡിസ്റ്റന്റ് ലേണിംഗിലൊക്കെ ആണെങ്കിലും എന്താണ് നമുക്ക് മനസ്സിലാവുന്ന പോലത്തെ, നമുക്ക് ഓക്കെ ആവുന്ന രീതിയിലായിരിക്കും അതിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും ഓരോ കൺസെപ്റ്റുകളും പറഞ്ഞു വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ വലിച്ചു നീട്ടി കുറെ ഒന്നും കാണില്ല. അപ്പൊ സെൽഫ് പേസിംഗ് ആണ് അതിന്റെ ബെനിഫിറ്റ്സ് ആണ്. ഇപ്പൊ സെൽഫ് പേസിംഗ് ആണ്, സെൽഫ് ലേണിങ്ങിന് ഹെൽപ്പ് ചെയ്യും, സിസ്റ്റമാറ്റിക് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ടീച്ചർ കൂടെ എപ്പോഴും ഇരുന്ന് എല്ലാം പറഞ്ഞു തരേണ്ട ആവശ്യം വരില്ല, ഇൻഡിപെൻഡന്റ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റും. പിന്നെന്താ അതിന്റെ ഒരു ഭാഗമാണ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ. മൊഡ്യൂൾ റെഫേഴ്സ് ടു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് ദാറ്റ് ഫോക്കസ് ഓൺ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു കോഴ്സ് ഓഫ് സ്റ്റഡിയിൽ ഒരു കുഞ്ഞ് ഏരിയ ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ്. ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ്, ഇനി മൊഡ്യൂളിന്റെ അകത്തുള്ള ഇൻസ്ട്രക്ഷണൽ യൂണിറ്റ് നമ്മൾ എന്ത് പറയും, ക്യാപ്സ്യൂൾ. ഒരു മൊഡ്യൂളിന്റെ അകത്തുള്ള കുഞ്ഞു ഭാഗത്തിന് നമ്മൾ എന്തെന്ന് പറയാം, ക്യാപ്സ്യൂൾ എന്ന് പറയും. ഇതൊന്നും അത്ര എല്ലായിടത്തും ഫോളോ ചെയ്ത് വന്നിട്ടില്ല, പക്ഷെ എങ്കിലും എന്താണ് ഇങ്ങനത്തെ ലേണിംഗ് നടക്കുന്നത്. കൂടുതലും ഡിസ്റ്റന്റ് ഓൺലൈൻ സിംപ്ലിഫൈഡ് ലേണിംഗിലൊക്കെയാണ് ഇത് ഫോളോ ചെയ്ത് വരുന്നത്. 2 ടൈപ്പ് ഓഫ് ലേണിംഗ്. അത് കൊണ്ടുവന്ന ആരാന്നൊന്ന് നോക്കി വെച്ചേക്ക്. ഡീപ്പ് പോയില്ലെങ്കിലും ലീനിയർ പ്രോഗ്രാമിംഗ് സ്കിന്നർ കൊണ്ടുവന്നതാണ്. ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ് നോർമനെ ക്രൗഡ്. ഓക്കെ, ക്രൗഡ് കൊണ്ടുവന്നതാണ്. ക്രൗഡേറിയൻ പ്രോഗ്രാമിംഗ് സ്കിന്നേറിയൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് അതിന് അങ്ങനെ അറിയപ്പെടാം. ലീനിയർ പ്രോഗ്രാമിംഗ് സ്കിന്നർ കൊണ്ടുവന്നത്, എന്താ ക്രൗഡ് കൊണ്ടുവന്ന ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. ഇത് ലീനിയർ ആയിട്ടങ്ങ് പോകുന്നു, തിരിച്ചു വരവില്ല. പക്ഷെ ഇവിടെ എവിടെങ്കിലും തെറ്റിപ്പോയാൽ പിന്നെയും തിരിച്ചു വന്ന് ഒന്നുകൂടെ പഠിച്ച് ടെസ്റ്റ് എഴുതി അങ്ങനത്തെ ഒരു രീതിയുണ്ട്. ഇവിടെ അങ്ങനെയില്ല, തെറ്റാണെങ്കിലും പിന്നെയും ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകണം. ഇത് അങ്ങനെ തെറ്റുന്നെടുത്ത് തിരിച്ചു വന്ന് എല്ലാം ശരിയാക്കി പിന്നെയും പോകണം. ആ ഒരു രീതിയാണ് ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. അതിൽ ഫ്രെയിം എന്ന് പറയുന്ന സ്മോൾ പാർട്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു റിപ്പീറ്റ് വരുന്നത് ഇല്ലെങ്കിൽ ഒരു പിന്നെ ഒരു കറക്ഷനും എന്തുവാ വീണ്ടും ഒരു പഠനം ഒക്കെ ആവശ്യം വരുന്നത് എവിടെയാണ്, ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗിലാണ്. അവിടെ കറക്റ്റിംഗ് നടക്കുന്നുണ്ട്. ലീനിയർ പ്രോഗ്രാമിൽ അത്ര കണ്ട് കറക്റ്റിംഗ് ഒന്നുമില്ല, ജസ്റ്റ് പറഞ്ഞത് പിന്നെയും മുന്നോട്ട് തന്നെ അങ്ങ് പോവാം. പിന്നെ അത് കൊണ്ടുവന്ന ആരാന്നൊന്ന് നോക്കി വെച്ചേക്ക്. സ്കിന്നറിന്റെ ലീനിയർ പ്രോഗ്രാമിംഗ്, ക്രൗഡിന്റെ ബ്രാഞ്ച്ഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, Dash means to use figurative language to represent objects, actions, and ideas in such a way that it appeals to our senses. Okay. അപ്പം ഇതെന്താണ്, ഇത് ഓരോ ടൈപ്പ് ഓഫ് നമ്മുടെ പോയംസിലൊക്കെ യൂസ് ചെയ്യുന്ന ഓരോ കൺസെപ്റ്റ്സ് ആണ്. നമ്മൾ നേരത്തെ ഫിഗർ ഓഫ് സ്പീച്ച് എന്നൊക്കെ പറഞ്ഞു കണ്ടല്ലോ, അതുപോലുള്ളതാണ്. അപ്പം എന്താ ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യോ ഒബ്ജക്ട്സിനെ, ആക്ഷൻസ്, ഐഡിയാസ് ഒക്കെ. അപ്പൊ അതിന് ഭയങ്കര വർണ്ണന എന്നാണ് സംഭവം. അപ്പൊ അതിനെന്താണ് ഇമേജറി എന്നാണ് പറയുന്നത്. ഓക്കെ, എലമെന്റ്സ് ഓഫ് എ ലിറ്റററി വർക്ക് ഇമേജറി ഉണ്ട്. ഒരു പോയം നോക്കുക അല്ലെങ്കിൽ ഒരു വർക്ക് നോക്കുന്ന ജോണർ എന്ന് പറയുന്നത് ഏത് പോയം ആണോ ഇല്ലെങ്കിൽ എന്താണ് അത് ഡ്രാമയാണോ, അപ്പൊ അതതിന്റെ ജോണറാണ്, അത് ഏത് ജോണറിൽ വരുന്നു. ഇല്ല ഫിക്ഷൻ ആണോ നോവലാണോ, അതിനാണ് ജോണർ എന്ന് പറയുന്നത്. പിന്നെ തീം കാണും, ചിലത് എന്താ ഫെമിനിൻ തീം ആയിരിക്കും, ചിലത് നേച്ചർ ആയിരിക്കും തീം. അതായത് ഒരു വർക്ക് എന്തിനെ കുറിച്ചാണ്, പ്ലോട്ട് എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ ഒരു എങ്ങനെ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഒരു പ്ലോട്ട് കൂടുതലും
ഡ്രാമകളിലോ അല്ലെങ്കിൽ നോവലുകളിലോ ഒക്കെയാണ് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ അങ്ങനെ എങ്ങനെ അത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്ന കാര്യം, അതിനാണ് പ്ലോട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് ലിറ്ററലി വർക്കിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത്. ഒരു ഇമേജറി എന്ന് പറയുന്നത് എന്താ, അതിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ആണ്. വാക്കുകൾ വളരെ വർണ്ണിച്ച് ഒരു സ്ഥലമോ കാര്യമോ ഒക്കെ ആണെങ്കിൽ അതിനെ ഭയങ്കര ഭംഗിയായിട്ട് വർണ്ണിച്ച് വെക്കുന്ന ഒരു നമുക്ക് മനസ്സിൽ കാണാൻ പറ്റും. അതിനാണ് ഇമേജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങൾ അവർ വർണ്ണിച്ച് വെക്കുമ്പോൾ നമ്മൾ ആ ഒരു രംഗം നമുക്കത് അറിയത്തില്ലെങ്കിൽ പോലും നമ്മളത് കാണും. ഓക്കെ, നമ്മുടെ സെൻസിന് അത് ഫീൽ, ചില സ്മെല്ലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അത് സ്മെല്ല് ചെയ്യുന്ന പോലെ തോന്നും. അതിനൊക്കെയാണ് ഇമേജറി എന്ന്, നമ്മുടെ സെൻസസിനെ അത് ഇവോക്ക് ചെയ്യും. ഇമേജറിക്ക് അതിനുള്ള കഴിവുണ്ട്. ഓക്കെ, ഇനി സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് വരുമ്പോൾ ലാംഗ്വേജ് വേരിയേഷൻസ് ആണ്. വലിയ ഇതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. കാര്യം ഇതിൽ നിന്ന് ചോദിക്കാം കേട്ടോ, ഇതിൽ നിന്ന് ചോദിച്ചിട്ടും ഉള്ളതാണ്. രജിസ്റ്റർ എന്താണ്? രജിസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ വിഭാഗത്തിൽപ്പെട്ടവർ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ്, അവർക്ക് അവരുടെ കുറെ ലാംഗ്വേജ് കാണും. സയന്റിഫിക് ലെവലിലോട്ട് വരുമ്പോഴത്തേക്കും ഇപ്പം അവര് നമ്മൾ പറയുന്ന ഇൻജെക്ഷൻസ് ഒന്നും അങ്ങനെ അവർക്ക് അവരുടെ കുറെ ഇതുണ്ട്. അതുപോലെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്ന അവരുടെ ഒരു വെറൈറ്റി ഓഫ് ലാംഗ്വേജിനാണ് രജിസ്റ്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എക്സാമ്പിൾ പറയാൻ ഡോക്ടേഴ്സിന്റെ കേസ് തന്നെ. ഇല്ലെങ്കിൽ ഇപ്പൊ മെക്കാനിക്സ്, അവർക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താ സ്പാനർ എന്നൊക്കെ രീതിയിൽ പറഞ്ഞത് അവർക്ക്, പക്ഷെ അതിന് ഓരോന്നിനും ഓരോ വാക്കുകളുണ്ട്. അവരുടെ ഇടയിൽ നടക്കുന്ന സംഭാഷണം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതിനാണ് രജിസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡയലക്ട് എന്താണ്? ഒരു പർട്ടിക്കുലർ റീജിയനിൽ, ഇപ്പൊ നമ്മുടെ മലയാളത്തിന്റെ കേസൊക്കെ പറയത്തില്ല, തിരുവനന്തപുരം മലയാളം ഡിഫറെന്റ് ആണ്, എന്താ അതുപോലെ വേറെ കാസർഗോഡ് വരുമ്പോൾ ഡിഫറെന്റ് ആണ്, പക്ഷെ എല്ലാം മലയാളം തന്നെയാണ്. അപ്പൊ അതാണ് ഡയലക്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു പർട്ടിക്കുലർ റീജിയനിൽ സംസാരിക്കുന്ന ഒരു ലാംഗ്വേജ് വെറൈറ്റി ഡയലക്ട്. ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പർട്ടിക്കുലർ ഏരിയയിൽ എന്താ പർട്ടിക്കുലർ വർക്കിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കാറ്റഗറി യൂസ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഏതെങ്കിലും സിറ്റുവേഷനിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ വീട്ടിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല വർക്ക് പ്ലേസ് സംസാരിക്കുന്നത്, അതിന്റെ ഡിഫറെന്റ് വേ ഉണ്ട്. അതിനൊക്കെ രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഇഡിയോലക്ട് എന്താണ്? ഒരു ചില വ്യക്തികൾക്ക് അവരുടേതായ ഒരു വ്യത്യാസം കാണും അവർ സംസാരിക്കുന്നതിൽ, അതിനാണ് ഇഡിയോലക്ട് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട രീതിയിൽ ഏതെങ്കിലും വാക്കുകൾ ഉപയോഗിക്കുക, ചിലപ്പോൾ അവരുടെ എന്തെങ്കിലും അവരുടെ ഇൻബോൺ ആയിട്ടുള്ള ഏതെങ്കിലും ചില വാക്കുകൾ മഴ ഒക്കെ പറയും, മഴ എന്നുള്ള രീതിയിലൊക്കെ ആയപ്പോ അതൊക്കെ എന്താ ഇഡിയോലക്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. പിഡ്ഗിൻ എന്താണ്? മിക്സ്ചർ ഓഫ് 2 or more ലാംഗ്വേജ് ഫോർ എ പർപ്പസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ചിലപ്പോൾ നമ്മൾ മംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന ഒരു ഇതില്ലേ, എന്താണ് എന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് സംസാരിക്കുമ്പോൾ മൾട്ടിപ്പിൾ ലാംഗ്വേജസ്, ശുദ്ധമായ മലയാളം ശുദ്ധമായ രീതിയിലോ ഒന്നും ആയിരിക്കില്ല, എന്താ മൾട്ടിപ്പിൾ ലാംഗ്വേജ് യൂസ് ചെയ്ത് അവിടെ എന്താ ഒരു ഇത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ തിയറിറ്റിക്കൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് അത് ശരിയായിരിക്കില്ല അങ്ങനെ ഉപയോഗിക്കുക. പക്ഷെ അതൊന്നും നോക്കുന്നില്ല, സ്ട്രക്ചർ ഒന്നും നോക്കുന്നില്ല. അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് ഓക്കെ. അതിനുവേണ്ടി നമ്മൾ ഇപ്പം വളരെ പറയുമ്പോൾ ഇംഗ്ലീഷിന്റെ വാക്കുകളും വരുന്നു, ശുദ്ധമായ രീതിയിലല്ലാതെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മലയാളം വാക്കുകൾ ഇല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള പ്രൊണൗൺസിയേഷൻ അല്ല, പക്ഷെ എന്താണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. അപ്പൊ പല ലാംഗ്വേജ് മിക്സ് ചെയ്ത് ചിലർ ഹിന്ദി വാക്കുകൾ ഉപയോഗിക്കുന്നു ചില കാര്യങ്ങൾ പറയാൻ, പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കംപ്ലീറ്റ് ഹിന്ദി അല്ല, പക്ഷെ മലയാളം പറയാൻ ചിലർ അങ്ങനെ ആയിരിക്കും. അപ്പൊ അവിടെ എന്താണ്? അത് പിഡ്ഗിനാണ്. ഓക്കെ, 2 or more ലാംഗ്വേജ് ഒരു കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ച് അതിനെ പിഡ്ഗിൻ എന്ന് പറയുന്നു. എ ലാംഗ്വേജ് എവോൾഡ് ഫ്രം പിഡ്ഗിൻ. അപ്പൊ ഈ പിഡ്ഗിൻ യൂസ് ചെയ്തിട്ട് അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ മംഗ്ലീഷ്. ഇല്ല ഒരു ലൊക്കാലിറ്റിയിൽ അല്ലെങ്കിൽ റീജിയണൽ വൺ ചിലർ ഇപ്പം സ്കൂട്ടാകുക അങ്ങനെ കുറെ വാക്കുകളൊക്കെ എന്താണ് അത് പിന്നെ അതൊരു രീതിയിൽ ആ ഒരു ഏരിയയിലുള്ളവർ അങ്ങനെ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അതൊരു ക്രിയോളായി മാറി. ആദ്യം ആരൊക്കെയോ ചുമ്മാ പറഞ്ഞു പിന്നെ അത് രീതിയായി. കുറെ നമുക്കിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ അറിയാം കുറെ വാക്കുകൾ പുതിയ ന്യൂജൻ വാക്കുകൾ. അപ്പൊ എന്താണ് അതൊരു ക്രിയോൾ, ആ ഒരു ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ആയിട്ട് മാറും. ഇംഗ്ലീഷ് ഒക്കെ ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് എന്താ, അതൊരു ക്രിയോൾ എന്ന് വേണം നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. എന്ത് ഷോർട്ട് ഫോംസ് ആയിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇപ്പൊ ആ ഒരു രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെന്താ ഒരു ക്രിയോളായി. പിഡ്ഗിൻ പിന്നെ ഒരു ഇച്ചിരി കൂടെ ഒരു ലാർജ് ലെവലിൽ കുറെ ആൾക്കാർ ഉപയോഗിച്ചൊരു ലാംഗ്വേജ് പോലെ നമ്മൾ കൺസിഡർ ചെയ്ത് തുടങ്ങിയ അത് ക്രിയോളായി മാറും. ഓക്കെ, അതാണ് ക്രിയോൾ എന്ന് പറയുന്നത്. റീജിയനിലുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹം തന്നെ ഉണ്ടായി, കുറച്ച് ഫ്രീക്ക് ആയിട്ട് സംസാരിക്കുന്ന കുറച്ച് ഇതായിട്ട്. അപ്പൊ അത് ക്രിയോളായി. പിഡ്ഗിൻ എന്ന് പറയുമ്പോൾ ഒരാള് 2-3 ഭാഷകൾ ഉപയോഗിച്ച് അയാളുടെ കാര്യം പറഞ്ഞ് ഫലിപ്പിക്കുന്നുവെങ്കിൽ അത് പിഡ്ഗിൻ. ഇഡിയോലക്ട് എന്താണ്? ഒരു വ്യക്തിക്ക് അവന്റെ സംസാര രീതിയിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ. ചിലർക്ക് ചില വാക്കുകൾ കറക്റ്റായിട്ട് വരാനില്ല, ചിലർക്ക് വേറെ രീതിയിലായിരിക്കും അവർ സംസാരിക്കുന്നത്. അപ്പൊ അത് ഒരു വ്യക്തിയുടെ മാത്രം വ്യത്യാസം. ഇഡിയോലക്ട്. ഡയലക്ട് എന്താണ്? ഒരു റീജിയനിലുള്ളവർ സംസാരിക്കുന്ന ഭാഷയുടെ എങ്ങനെയാണോ അത്.
രജിസ്റ്റർ എന്താണ്? ഏതെങ്കിലും ജോബോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ ലെവൽ യൂസ്, യൂസ് ഓഫ് സിറ്റുവേഷൻ. ഇപ്പൊ ഡോക്ടേഴ്സ് അവർ ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർ, അവരിപ്പോ വീട്ടിൽ അങ്ങനെ സംസാരിക്കണല്ലോ, പക്ഷെ അവരുടെ ഇടയിലുള്ള സംഭാഷണം വേറെ അവരുടെ ഇതായിട്ടുള്ള ടേംസ്, സയന്റിഫിക് ആയിട്ടുള്ള ടേംസ്, ജാർഗൻസ് ഒക്കെ കാണും. അതിനാണ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഇനി ഒരു ഡിഫ്തോക്ക് എന്താണ്? ഫോണറ്റിക്സ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നേരെ വവൽ സൗണ്ട്, കൺസണന്റ് സൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ 44 ഫോണീംസ് ഉള്ളതാണ് ഇംഗ്ലീഷിൽ. അതിനെ നമ്മൾ എന്താണ് 24 കൺസണൻസും 20 വവൽ സൗണ്ടുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വവലിനെ വീണ്ടും 12 മോണോത്തോങ്സും 8 ഡിഫ്തോങ്സും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡിഫ്തോങ്സ് എന്ന് വെച്ചാൽ 2-3 വവൽ സൗണ്ടിന്റെ കൂട്ടം. ഇയ, ഒയ. ഇപ്പൊ ഹെയർ, അവിടെ ഹാറെന്നോ ഹീറെന്നോ അല്ല നമ്മൾ അതിനെ വായിക്കുന്നത്. നമ്മൾ അതിനെ എന്ത് വായിക്കുന്നത്? ഹെയർ, ഹേ, ഇയ, എയ്, എയ് എന്നുള്ള രീതിയിൽ നമ്മൾ അപ്പോൾ എ ഇ എന്ന് പറഞ്ഞിട്ടുള്ള 2 വവൽ സൗണ്ടുകൾ കൂടി ചേർന്ന് വരുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിഫ്തോങ് എന്ന് പറയും. ഹെയർ, എയ് എന്ന് പറഞ്ഞ ഒരു വവലാണ് ഡിഫ്തോങ്. ഓക്കെ, 2 വവൽ സൗണ്ടുകൾ. മോണോഫ്തോങ്സ് വെച്ചാൽ നേരെ തിരിച്ച്, ഒരു വവൽ സൗണ്ടിന് മാത്രം. അങ്ങനെ 12 ഇ, എ അവർ ഒറ്റയ്ക്ക് വരുമ്പോൾ അവർ മോണോഫ്തോങ്സ്. അവരൊരു കൂട്ടായിട്ട് ഇല്ലെങ്കിൽ 2 എണ്ണത്തിന്റെ ഒരു കോമ്പിനേഷൻ വരുമ്പോൾ ഹെയർ, ഓയിൽ, ഒയി, ഹെയ്, പ്യുവ, പ്യുവ, ഉവ, ഉവ, ഉവ. അത് ഊവും ആയും എന്താണ്? വവ്വലാണ്. അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നപ്പോൾ അവർ ഡിഫ്തോങ് ആയി. ഓക്കെ, അങ്ങനെ 2 വവലിന്റെ കോമ്പിനേഷനെയാണ് നമ്മൾ വേറെ ഒന്നും ചിന്തിക്കുന്നത്. ഇങ്ങനെ എക്സാമ്പിൾ ഒന്നും നിങ്ങൾക്ക് ചോദിക്കത്തില്ല, അത്രക്കൊന്നും കോംപ്ലിക്കേറ്റഡ് ഇല്ല. ഡിഫ്തോങ് എന്താണെന്ന് ചോദിച്ചാൽ വവൽ സൗണ്ടിന്റെ കോമ്പിനേഷനെയാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഈ ഇവിടുത്തെ ഓപ്ഷനിലൊന്നും അതില്ല. പ്യുവർ വവൽ സൗണ്ടിനെ നമ്മൾ എന്തെന്ന് പറയും? മോണോഫ്തോങ് എന്ന് പറയും. പ്യുവർ കോൺസണന്റ് സൗണ്ട് ആണെങ്കിൽ അത് കോൺസണൻസ്. പിന്നെ കോമ്പിനേഷൻ വവൽ സൗണ്ടിന്റെയും കൺസണന്റ് സൗണ്ടിന്റെയും കോമ്പിനേഷൻ, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അങ്ങനെ ഒരു കാറ്റഗറിക്ക് പേര് കൊടുത്തിട്ടില്ല. 2 വവൽ സൗണ്ടുകൾ കൂടി ചേരുമ്പോഴാണ് അതിനെ നമ്മൾ ഡിഫ്തോങ് എന്ന് പറയുന്നത്. ഓക്കെ, 2 വവൽ സൗണ്ടിന്റെ കോമ്പിനേഷനെയാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. 44 സൗണ്ട്സ് ഉണ്ട്, 20 വവൽസും 24 കൺസണൻസും 12 മോണോഫ്തോങ്സ്. പ്യുവർ വവൽസ് എന്ന് പറയുന്നത് മോണോഫ്തോങ്സ് എന്ന് പറയുന്നത് അത് ലോങ് വവലും ഷോർട്ട് വവലും നോക്കൊണ്ട് നീട്ടി ഇങ്ങനെ ഊ ഊ എന്നുള്ള ആ ഒരു ഡിഫറൻസ്. 8 ഡിഫ്തോങ്സ് ആണുള്ളത്. ഓക്കെ, 2 വവൽ സൗണ്ടിന്റെ കോമ്പിനേഷനാണ് ഡിഫ്തോങ് എന്ന് പറയുന്നത്. പിന്നെ പ്ലോസീവ് സൗണ്ട്സ് ജസ്റ്റ് എന്താന്ന് നോക്കിപ്പോം. ഓക്കെ, പ്ലോസീവ് സൗണ്ട്സ് പറയുമ്പോൾ ഒരു എന്താ ഒരു പെട്ടെന്നൊരു സ്ഫോടനം പോലെ, പ്ലോസീവ് എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിൽ പെട്ടെന്നൊരു നമുക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്ന പോലെ. ഇപ്പൊ പ് ബ് വാ ഇങ്ങനെ അടഞ്ഞിട്ട് ഒരു വരുന്ന ഒരു ഒച്ചയാണത്. നമ്മുടെ 2 ലിപ്സും അവിടെ പ്രസ് ആവും. ബൈലേബിയൽ പ്ലോസീവ്സ് എന്ന് പറയും. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ചോദിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. പക്ഷെ നമ്മൾ ഡിഗ്രിയിൽ ഫോണറ്റിക്സ് പഠിക്കുന്നുണ്ട്, ജനറൽ ആയിട്ട് എല്ലാവർക്കും പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു ലെവലിൽ ആ ഉള്ള ആളുകൾ PG എടുത്തിട്ട് പിന്നെ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ ക്വസ്റ്റ്യന് വേണേ അവർക്ക് ഇതും ചോദിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും കോംപ്ലിക്കേറ്റഡ്. പക്ഷെ ചോദിക്കാം, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇംഗ്ലീഷ് സെറ്റ് എഴുതുന്നവർക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും ചോദിക്കാവുന്നതേ ഉള്ളൂ ജനറൽ പേപ്പറിൽ. കാര്യം ഡിഗ്രിയിൽ ഫോണറ്റിക്സ് ജനറൽ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ പ് ബ് ഇതൊക്കെ ബൈലേബിയലാണ്. 2 നമ്മുടെ എന്താ ബോത്ത് ലിപ്സിൽ ഇത് പ്രസ് ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മൾ ബ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നോക്കും പറയാം. അങ്ങനെയുള്ള വാക്കുകളെയാണ് എന്തെന്ന് പറയുന്നത്? പ്ലോസീവ് സൗണ്ട്സ്. പ്ലോസീവ് സൗണ്ട്സ് അതുപോലെ അൽവിയോളാർ, വേലാർ എന്നൊക്കെ പറയും. ജസ്റ്റ് ഇത് നോക്കിപ്പോയാൽ മതി. 2 ലിപ്സ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട്സ് ബൈലേബിയൽ. പ്ലോസീവ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് മൗത്ത് ക്ലോസ് ചെയ്യുന്നുണ്ട്. അവിടെ മൗത്തിന്റെ ഒരു ക്ലോസ് കൊണ്ട് പിന്നെ ഒരു പൊട്ടിത്തെറി പോലെ അത് ഉണ്ടാവുന്നു ആ സൗണ്ടുകൾ. അതിനെയാണ് പ്ലോസീവ്സ് എന്ന് പറയുന്നത്. ട് ഡ് ഇവിടെ ആണെങ്കിലും എന്താണ് അവിടെ ടങ്ങിന്റെ ടിപ്പ് എന്ന് ടച്ച് ചെയ്തിട്ട് വരുന്നതാണ്. ഓക്കെ, നമുക്ക് ആ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും വായിന്റെ അകത്ത് തന്നെ ഈ പറഞ്ഞ സൗണ്ട്സ് വരുമ്പോഴത്തേക്ക്. ക് ഗ ഇവിടെ എന്താണ് കുറച്ച് വോക്കൽ കോഡിന്റെ അവിടെ ആയിട്ട് ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും. ട് ഡ് പറയുമ്പോഴത്തേക്ക് ആ ടീത്തിന്റെ ടങ് ചെന്ന് ആ ഒരു മുകളിലത്തെ ടീത്തിന്റെ അടുത്ത് ചെന്ന് ടച്ച് ചെയ്ത ഒരു വൈബ്രേഷൻ വരും. പൂ ബൂ ഒക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ലിപ്സ് പ്രസ് ആയിട്ട് ഒരു വൈബ്രേഷൻ വരും. ഓക്കെ, ഓക്കെ. പോസ്റ്റേഴ്സ് എന്താണ്? പോസ്റ്റേഴ്സ് ആർ എക്സാമ്പിൾസ് ഓഫ്
ക്രിയേറ്റീവ് എനിക്ക് പറഞ്ഞ ഒരു പോസ്റ്റർ, വേറെ ഒന്നും സിമ്പിൾ ആയിട്ട് കുട്ടികൾക്കൊക്കെ കോമ്പറ്റീഷൻ പോലെ പോസ്റ്റർ മേക്കിംഗ്. ആ പോസ്റ്റർ എന്താണ് ക്രിയേറ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. അതെ, ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒക്കെ ഇതേ ക്രിയേറ്റീവ് ആണ്. അത് ഒരു കൊളാഷ് പോലെ ചെയ്യുന്ന, എങ്ങനെ ചെയ്യുന്ന നടത്തില്ല, ഇവിടെ ക്രിയേറ്റീവ് എബിലിറ്റി കാണിക്കുന്നു. അതിന്റെ കൂടെ തന്നെ എന്താണ് എന്തെങ്കിലും സേവ് നേച്ചർ, സേവ് വുമൺ, ആ ഒരു കൺസെപ്റ്റിലും ഒക്കെ എന്താണ് പോസ്റ്റേഴ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, റൈറ്റ് ഇവിടെ ഒരേ പ്രൊനൗൺസിയേഷൻ ആണ്, പക്ഷെ എന്താണ് രണ്ട് മീനിങ് ഉള്ള രണ്ട് അക്ഷരങ്ങളുണ്ട്. എഴുതുമ്പോഴും വ്യത്യാസം, മീനിങ്ങിലും വ്യത്യാസം, പക്ഷെ പ്രൊനൗൺസിയേഷൻ ഒന്നായിട്ടുള്ള വാക്കുകൾ നമ്മൾ എന്തെന്ന് പറയും? ഹോമോഫോൺ എന്ന് പറയും. സെയിം സൗണ്ട് ആണ്, അവരുടെ മീനിങ്ങും ഡിഫറെന്റ്, സ്പെല്ലിങ്ങും ഡിഫറെന്റ്. എങ്കിൽ ഹോമോഫോൺ, ഫോൺ എന്ന് പറഞ്ഞാൽ ഫോണിൽ സംസാരിക്കുക, ഉച്ചരിക്കുക, ഓക്കെ, ഉച്ചരിക്കുമ്പോൾ ഒരുപോലെ, പക്ഷെ ബാക്കി എല്ലാത്തിലും വ്യത്യസ്തം. അവരാണ് ഹോമോഫോൺ. ഹോമോനിം എന്ന് പറയുമ്പോൾ എന്താ? സൗണ്ട് സെയിം ആണ്, സ്പെല്ലിങ്ങും സെയിം ആണ്, പക്ഷെ എന്താണ് മീനിങ് ഡിഫറെന്റ് ആണ്. ഓക്കെ, അത് തെറ്റ്. ചില വാക്കുകൾ ഉണ്ടല്ലോ അതിന് രണ്ടും ഒന്ന് തന്നെയാണ്, സ്പെല്ലിങ്ങും കറക്റ്റ് ആണ്, എല്ലാം കറക്റ്റ് ആണ്, പക്ഷെ അവര് ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ മീനിങ് ഡിഫറെന്റ്. ഇപ്പൊ സെല്ല്, ഓക്കെ, സെല്ല് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് സെയിം സൗണ്ടും സെയിം സ്പെല്ലിങ്ങും ആണ്, CELL. പക്ഷെ ചില സമയത്ത് സെല്ല് എന്താണ് ജയിലിലെ സെല്ലാകാം, ഇല്ലെങ്കിൽ എന്താണ് ബാറ്ററിന്ന് സെല്ലാകാം, ഇല്ലെങ്കിൽ കോശമെന്ന സെല്ലാകാം, മീനിങ് ഡിഫറെന്റ് ആകാം. സിനോണിംസ് എന്താണ്? സെയിം മീനിങ് വേർഡ്സ്. അനോണിംസ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് മീനിങ്. Okay. The vocabulary that a learner uses effectively in his or her own speech and writing. Okay. എന്താണ് നമ്മുടെ ആക്റ്റീവ് വൊക്കാബുലറി എന്ന് പറയുന്നത്? നമ്മൾ തന്നെ നമ്മൾ നേരത്തെ ഇത് പഠിച്ചായിരുന്നല്ലോ, എന്താ LSRWയില് സ്പീക്കിംഗ് റൈറ്റിംഗ് ആക്റ്റീവ് ആയിട്ടുള്ള സ്കിൽസ് ആണ്. അപ്പൊ ആക്റ്റീവ് വൊക്കാബുലറി ആ ഒരു രീതിയിൽ വരുന്നതാണ്. എന്താണ് വൊക്കാബുലറി വൺ യൂസസ് റെഗുലർ. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്. പാസീവ് വൊക്കാബുലറി എന്താ? ഇടയ്ക്കൊക്കെ വിരളമായിട്ട് നമ്മൾ നിർബന്ധിതരാകുമ്പോൾ ഇപ്പൊ ഇംഗ്ലീഷ് എന്താ, നമ്മൾ വളരെ നിർബന്ധിതരാകുമ്പോഴത്തേക്കും ഉപയോഗിക്കുന്ന വാക്ക് എന്ന് പറയുന്നില്ല. നമ്മൾ ഇപ്പം കമ്മ്യൂണിക്കേഷന് വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിക്കും, ഇല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും അല്ലെ. അപ്പൊ ഇവിടെ വൊക്കാബുലറി ചില വാക്കുകൾ അങ്ങനെ ഉണ്ട്, അത്യാവശ്യമെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കും. നമുക്ക് അത്രയും അങ്ങോട്ട് അറിയാം, എങ്കിൽ ഞാൻ അത്ര ഉപയോഗിക്കാറില്ല എന്നുള്ള ഒരു രീതിയിലുള്ളതാണ് പാസീവ്. കൂടുതൽ L2 വരും, നമുക്ക് അറിയാത്ത ഭാഷകളിലായിരിക്കും. നമ്മൾ സ്വന്തം മദർ ടങ്ങിലുള്ളത് നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് ഉപയോഗിക്കും, അതാണ് ആക്റ്റീവ് വൊക്കാബുലറി. അഡ്ഹോക് വൊക്കാബുലറി എന്താ? സർട്ടൺ സിറ്റുവേഷൻ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ്. എന്ത് ഈ പറഞ്ഞ അഡ്ഹോക് വൊക്കാബുലറി എന്ന് പറഞ്ഞ. ഫൈനൽ വൊക്കാബുലറി ഡീപ് ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ കാണിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ ഫൈനൽ വൊക്കാബുലറി എന്ന് പറയുന്നത്. The sites is in close dash to motorways and an airport. ഇവിടെ ഏത് വാക്ക് വരും എന്നാണ്? ക്ലോസ് പ്രോക്സിമിറ്റി. ഓക്കെ, ക്ലോസ് പ്രോക്സിമിറ്റി ആണ് അവിടെ കറക്റ്റ് ആയിട്ട്. പ്രോക്സിമിറ്റി എന്ന് വെച്ചാൽ വളരെ അടുത്ത്. വിൻറ്റേജ് എന്നൊക്കെ വെച്ചാൽ ഡിഫറെന്റ് ഫ്രം പാസ്റ്റ്, പഴയത്. നമ്മൾ വിൻറ്റേജ് എഫക്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പഴമ തോന്നിക്കുന്ന. നോയിസൻസ് നിൽക്കുമ്പോഴത്തേക്കും സ്ലൈറ്റ് ഡിഫറെന്റ്. അപ്പൊ അതും അവിടെ വരണ്ടേ. ഈ സൈറ്റ് എയർപോർട്ടിൽ നിന്നില്ല, മോട്ടോർ വേസിൽ നിന്ന് എന്താണ് വളരെ അടുത്താണെന്ന്. അപ്പൊ അടുത്താണെന്നുള്ള മീനിങ് വരുന്നത് പ്രോക്സിമിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിനാണ്. കറക്റ്റ് വാക്ക് ഉപയോഗിക്കുക. സിനോണിംസിന്റെ ഒക്കെ വേറൊരു ഇതായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആയത്. സെയിം കറക്റ്റ് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരുന്നതാണ്. കറക്റ്റ് വാക്ക് ചൂസ് ചെയ്ത് ഫില്ല് ചെയ്യുന്നത്. റിസംബ്ലൻസ് എന്താണ്? സിമിലാരിറ്റി കാണിക്കുന്നു. ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട ടൈമായി അല്ലേ? ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, തൽക്കാലം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഹാഫ് ആൻ അവർ എക്സ്റ്റെൻഡഡ് ആയിപ്പോയി, സോറി ഫോർ ദ ഡിലേ. അപ്പം ഇങ്ങനെ ഇത് വെച്ച് നിങ്ങൾക്ക് എല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ എന്താണ് നമുക്കൊരു ഐഡിയ കിട്ടും. ഇന്ന ടൈപ്പ് ഓഫ് ചോദിക്കാം, സെറ്റിൽ എങ്ങനെയൊക്കെ ചോദിക്കും. ഇച്ചിരി ഡിഫിക്കൽട്ട് ലെവൽ കൂടുതലാണ് കേട്ടറ്റിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും. അത് എല്ലാ ജനറൽ ഇത് വരുമ്പോൾ, കറണ്ട് അഫയേഴ്സ് വരുമ്പോഴും അതുപോലെ തന്നെ സൈക്കോളജി വരുമ്പോഴും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു കേട്ടറ്റിന്റെ അത്രയും ഇതായിരിക്കില്ല, കുറച്ചും കൂടെ ഒരു ലെവൽ കൂടും. ഇപ്പൊ ഇംഗ്ലീഷിലോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഗ്രാമർ മാത്രമേ ചോദിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള രീതിയിലും ചോദിക്കാം, ഒരു ഡിഗ്രി ലെവൽ രീതിയിലോട്ട് കാര്യങ്ങൾ വരാം. അതുകൊണ്ടാണ് ഇത് ഇച്ചിരി കൂടുതൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ഫോണറ്റിക്സിന്റെ അകത്തുനിന്ന് ചോദിക്കാം, ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ ഡിഫിക്കൽട്ട് വാക്കിനെ ഏത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിൽ ഗ്രാമറും ചോദിക്കത്തില്ല എന്നല്ല, അതും ചോദിക്കും.
പക്ഷെ ഇത് എവിടുന്ന് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേക ഒരു പാർട്ടില്ല, എത്ര വേണേലും ചോദിക്കുകയും ചെയ്യാം. ഒരു 5 to 10 ചോദിക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ്. നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, അപ്പൊ അങ്ങനെ ക്ലിയർ ആണ്. അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, then thank you. You can leave the class. Thank you for your cooperation.